Meet the editors. പ്രകാശ് ജാവദേക്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ചയിൽ ഉലഞ്ഞ് CPIM ഇ.പി. ജയരാജനെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. തിങ്കളാഴ്ച ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. ഇ.പി. ജയരാജൻ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് CPIM നേതാക്കൾ. സംസ്ഥാന ഘടകം മറുപടി നൽകിയ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് പറഞ്ഞ് സീതാറാം യെച്ചൂരിയും ഒഴിഞ്ഞുമാറി. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം തെരഞ്ഞെടുപ്പ് ദിവസം LDF കൺവീനർ ഇ.പി. ജയരാജൻ തുറന്നു പറഞ്ഞതിൽ കടുത്ത അതൃപ്തിയിലാണ് CPIM നേതൃത്വം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും ഇത് പ്രകടമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൊണ്ട് അവസാനിക്കില്ലെന്നാണ് CPIM നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിമർശനങ്ങൾക്കപ്പുറം നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന LDF പ്രചരണത്തെ തന്നെ റദ്ദാക്കുന്ന നീക്കത്തിൽ ഘടകകക്ഷികളിലും വിയോജിപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടറി യോഗം തിങ്കളാഴ്ച ചേരും. ഇ.പി. ജയരാജന്റെ പ്രതികരണവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വരും. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ.പി. ജയരാജനെ മാറ്റുമോ അതോ ഇ.പി. ജയരാജൻ സ്വയം ഒഴിയുമോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പാർട്ടിക്ക് നേരിട്ട് വിശദീകരണം നൽകാനാണ് ഇ.പി. ജയരാജന്റെ തീരുമാനം. ഇപ്പോഴുണ്ടായ വിവാദം പ്രതിപക്ഷ ഗൂഢാലോചനയെന്നും ഇ.പി. വിശദീകരിക്കുന്നു. 2023 മാർച്ച് 5-നായിരുന്നു ഇ.പി. ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ചോദ്യം ഇതാണ്, ഇ.പി.ക്കെതിരെ നടപടി വേണ്ടേ? സ്മൃതി, ഇതിപ്പോൾ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ AKG സെൻറ്ററിലേക്ക് വിളിക്കുമ്പോൾ പ്രമുഖരായ നേതാക്കളെ ആരും AKG സെൻറ്റർ തരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇനി തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷേ ചാനലുകളിൽ ചർച്ചയ്ക്ക് ആളുകളെ അയക്കുക. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഇന്ന് നമുക്ക് കിട്ടിയൊരു ബൈറ്റ് തോമസ് ഐസക്കിൻ്റെ ബൈറ്റ് മാത്രമാണ്. മറ്റ് ചാനലുകളിൽ നോക്കിയപ്പോൾ കെ രാധാകൃഷ്ണൻ്റെ ഒരു ബൈറ്റ് കൂടി കിട്ടിയിട്ടുണ്ട് എന്നതിനുമപ്പുറം മറ്റു ബൈറ്റുകൾ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു, സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും CPIMലെ ഒരു വിഭാഗം കരുതുന്നുണ്ട് അദ്ദേഹം അച്ചടക്കം ലംഘിച്ചിരിക്കുന്നുവെന്ന്. പതിവ് പ്രിവിലേജ് ഇ.പി. ജയരാജന് കിട്ടുമോ, ജാഗ്രത കുറവെന്ന് പറഞ്ഞ് മാറ്റുമോ എന്നതാണ് ചോദ്യം. നടപടി വേണ്ടതല്ലേ? നടപടി വേണ്ടതാണ്. നടപടി വേണമെന്നുള്ളത് പിണറായി വിജയൻ്റെയും CPIMൻ്റെയും അനിവാര്യതയാണ്. നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് തിങ്കളാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ സീതാറാം യെച്ചൂരി ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പിണറായി വിജയൻ ഇന്നലെ നടത്തിയത് ഒരു തരത്തിലുള്ള ഒരു പരസ്യ ശാസനം തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം പാർട്ടിയിൽ നടക്കുന്ന ഒരു നടപടി. അപ്പോൾ നടപടിയിലേക്ക് പോകുമ്പോഴും പാർട്ടിയെ സംബന്ധിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. കാരണം BJP പ്രഭാരിയുമായി ചർച്ച നടത്തി എന്നൊരു കുറ്റത്തിന് ഇ.പി. ജയരാജനെതിരെ നടപടിയെടുത്താൽ അതെല്ലാ കാലത്തേക്കും അവിടെ കിടക്കും. പാർട്ടി ഇനിയിപ്പോൾ അടുത്ത വർഷങ്ങളെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നുള്ളത് ഇന്ന് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് താമരയ്ക്കാണ് ചെന്ന് വീഴുക എന്നുള്ളതാണ്. ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യത്തിൻ്റെ നെറുകയിലാണ് ഇ.പി. വന്ന് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും നടപടിയെടുക്കുക? ഈ ദല്ലാൾ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിന്മേലായിരിക്കും നടപടി ഉണ്ടാവുക. അല്ലാതെ BJPയുമായുള്ള ചർച്ച അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ശ്രമം നടത്തി എന്ന രൂപത്തിലായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദല്ലാൾ നന്ദകുമാറിന് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അതിലാണ് ഊന്നിയത്. പക്ഷേ അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്നാം പ്രതി കൂട്ടുപ്രതിയെ തള്ളി പറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. കാരണം ആ ചർച്ചയിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ള നമ്മൾ ഇന്നലെയും സംസാരിച്ചല്ലോ. ഇന്നലെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു എന്നാണ് നമ്മൾ പുറത്തേക്ക് അറിഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് വന്നു, അതുപോലെ ലാവ്ലിൻ വന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പ്രശ്നപരിഹാരകനായിട്ടാണോ ഇ.പി. പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന സംശയം സ്വാഭാവികമായും അപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. കാരണം എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ ഈ ഫെബ്രുവരി 9-ന് N.K. പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിൽ ഊണ് കഴിക്കാൻ പോയതെടുത്ത് ഈ ഘട്ടം വരെയും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം വരെയും പ്രേമേന്ദ്രന് അതിങ്ങനെ വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പോയത് ഭക്ഷണം കഴിക്കാനാണ്, എൻ്റെ കൂടെ മറ്റ് 5 MP-മാരുണ്ടായിരുന്നു, രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടി വന്ന ഒരു ഗതികേട് അപ്പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം രാവിലെ പാർട്ടി ആ രൂപത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നടപടി എടുക്കേണ്ടി വരും. അതുമാത്രമല്ല, എല്ലാ ഘട്ടത്തിലും ഈ അടുത്തുകൂടി BJP പോയാൽ അവർ BJPക്കാരായി കഴിഞ്ഞു എന്ന രൂപത്തിലല്ലേ പറഞ്ഞില്ലേ. മുമ്പ് ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരു 10-11 വർഷം മുൻപ് ആ സമയത്ത് അവിടെ നോളജ് സിറ്റിയെ കുറിച്ച് പഠിക്കാൻ പോയതിന് ഷിബു ബേബി ജോണിനെയും BJP പട്ടം ചാർത്തി കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ആ രൂപത്തിൽ കോൺഗ്രസ് BJPയുമായി എന്തെങ്കിലും സംസാരം നടത്തി കോൺഗ്രസ് അങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കെ തന്നെ അങ്ങനെ ചെയ്യാത്തവരെയും ആ രൂപത്തിൽ വിമർശിക്കുന്ന
അതിമൂർച്ചയുള്ള നാവാണ് ഇപ്പുറത്ത് CPM-നുള്ളത്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ശോഭയുടെ ഭാഷയിൽ പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള നേതാവ്, അങ്ങനെയുള്ള നേതാവ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, സർവോപരി LDF കൺവീനർ. CPI എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ LDF കൺവീനർ എന്ന നിലയ്ക്ക് EP നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന് കാനം പരാതിപ്പെടുകയും അത് പിന്നീട് പരിഹരിക്കാൻ പിണറായി വിജയൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് പിന്നീട് സജീവമായത്. അപ്പോഴൊക്കെ ഈ പിണക്കമാണ്. വേണ്ടത്ര ബഹുമാനം അല്ലെങ്കിൽ ബഹുമതി തനിക്ക് കിട്ടുന്നില്ല, വേണ്ടത്ര സ്ഥാനം കിട്ടുന്നില്ല എന്ന പിണക്കവും ഇതുമാണ്. അപ്പോൾ എപ്പോഴും സ്ഥാനമോഹിയാണ് അദ്ദേഹം. സ്ഥാനം വേണം, സ്ഥാനമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ പാർട്ടി നടപടിയെടുത്തേ പറ്റൂ, നടപടിയെടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ചർച്ചയിലൊന്നും ആരും വരാത്തത്, അതിലൊരു CPM-ൻ്റെതായ ചിട്ടയുണ്ട്. അതിൽ ഔദ്യോഗികമായൊരു തീരുമാനം വരും വരെ ആരും പ്രതികരിക്കേണ്ടതില്ല. അത് ഒരു തീരുമാനം, കർശനമായ തീരുമാനമായിട്ടാണ് വരിക. അപ്പോഴും അത് ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ട് എന്ന രൂപത്തിലായിരിക്കും വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ കാലത്തേക്കും ഒരു കറയായി നിൽക്കുകയും മറ്റേത് കാലം കൊണ്ട് മറയ്ക്കാം എന്ന് കരുതാം. അത് മാത്രമല്ല, ഗഡ്കരിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ വീട്ടിൽ. അത് പക്ഷെ മന്ത്രി എന്ന നിലയ്ക്ക് വന്ന ഘട്ടത്തിലായിരിക്കാം. സ്വകാര്യ സന്ദർശനത്തിനെത്തിയ സമയത്ത് അത് രഹസ്യമായിട്ടാണോ? അല്ലല്ല, പരസ്യമായിട്ടാണ്. അല്ല, പിണറായി വിജയനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ രൂപത്തിലൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇത് ഇടുക്കിയിലെ എസ് രാജേന്ദ്രൻ, അദ്ദേഹം അവിടെ പോയി ഇദ്ദേഹത്തെ തന്നെയാണ് കണ്ടിരിക്കുന്നത്, ജാവ്ദേക്കറിനെ തന്നെ കണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് വീടിന്റെ പാലുകാച്ചിലിന് വിളിക്കാൻ പോയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അനിയൻ BJP-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാവാണ്. എന്തുമായിക്കോളെ, ഇപ്പോഴും രാജേന്ദ്രനെതിരെ നടപടി എടുത്തിട്ടില്ല. രാജേന്ദ്രനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചുകൊണ്ടൊന്ന് മയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സത്യമാണോ ഒന്നും അറിയില്ല. ഏതായാലും ജൂൺ 2nd വീക്ക് ആകുമ്പോഴേക്കും CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ഏതൊക്കെയോ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുമെന്നും ചില പേരുകൾ അവർ ഉറപ്പിച്ചു കഴിഞ്ഞെന്നും ഡീൽ ആയി കഴിഞ്ഞു എന്നും കേൾക്കുന്നു. ആരൊക്കെയാണ് നമുക്കറിയില്ല. ഇത് BJP അവകാശപ്പെടുന്നതാണ്. ഇങ്ങനെ ഒരു ശ്രുതിയുണ്ട്. നമുക്കറിയില്ല ജൂൺ 2nd വീക്ക് ആകുമ്പോഴേക്കും ഏതൊക്കെ പേരുകൾ വരും. പ്രധാനപ്പെട്ട ഈ പറയുന്ന തലപ്പൊക്കമുള്ള നേതാക്കളൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനവും വിധിയൊക്കെ വന്നു കഴിയുമല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതുന്ന സ്ഥാനമോഹികളായ ആളുകൾ ആരൊക്കെ പോകുമെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഇവിടെ നിൽക്കുന്നു. പാർട്ടി ദല്ലാൽ നന്ദകുമാറുമുള്ള ബന്ധത്തിൻ്റെ പേരിൽ EP-ക്കെതിരെ നടപടിയെടുത്തേക്കും. കേന്ദ്ര കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് താഴേക്ക് നീക്കിയേക്കാം. അത് കഴിയുമ്പോഴേക്ക് EP അടുത്ത പാർട്ടി സമ്മേളനം ആവുമ്പോഴേക്കും പതുക്കെ അങ്ങ് മാറുകയായിരിക്കും. 73 വയസ്സായി, ഇനിയൊരു സ്ഥാനവും കിട്ടാനില്ല. അങ്ങനെ അങ്ങ് പോകാനാണ് സാധ്യത. നടപടിയുണ്ടാകും. ഓക്കെ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ദല്ലാളുമാരെ ഭയക്കണമെന്നും ദല്ലാളുമാരെ കരുതിയിരിക്കണമെന്നും കേരളത്തിലും ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ആദ്യമായി വാൺ ചെയ്തതും താക്കീത് നൽകിയതും AKG ആണ്. AKG ഈ ആദ്യ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന 52-53 കാലഘട്ടങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇടനാഴികളിൽ ഇത്തരം ദല്ലാളുമാരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിരന്തരം ഇടതുപക്ഷത്തെ MP-മാരുടെ ഭവനങ്ങളിൽ സന്ദർശനം നടത്തുകയും അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ദല്ലാളുമാരെ കരുതിയിരിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞ AKG-യിൽ നിന്ന് ദല്ലാളിൻ്റെ അമ്മയ്ക്ക് ഷാളിടാനും ആ ഷാളിട്ടതിന് ശേഷം തുടർച്ചയായി ആ ബന്ധം നിലനിർത്താനും ആ ദല്ലാളിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കേരളത്തിൻ്റെ തന്നെ പാർട്ടി ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറായതും യഥാർത്ഥത്തിൽ ന്യായീകരിക്കുക അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ നടപടി വേണ്ടേ എന്നാണെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒന്ന്, എന്തിനാണ് നടപടിയെടുക്കുന്നത്? പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനാണോ നടപടിയെടുക്കുന്നത്? അതല്ല, മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ പാപിയായ നന്ദകുമാറിനെ കണ്ടതിനാണോ ആക്ഷൻ എടുക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പാപിയായ നന്ദകുമാറിനെ കണ്ടതുകൊണ്ടും ദല്ലാളുമായി കണ്ടതുകൊണ്ടും ചായ കുടിച്ചതുകൊണ്ടും ഒരു നടപടിയെടുക്കുക പാർട്ടിക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീടുള്ളത്, ഈ തിരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ ഈ കാര്യം തുറന്നു പറഞ്ഞ് പാർട്ടിയെ വെട്ടിലാക്കിയതിനാണോ നടപടിയെടുക്കുക? അതാണോ ജാഗ്രത കുറവായി പാർട്ടി പരിഗണിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ഒരു പാർട്ടി BJP-യുടെ ഒരു വനിതാ നേതാവ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ നടത്തിയ പ്രസ്താവനയുണ്ട്. EP ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയ സുധാകരൻ പറഞ്ഞതുണ്ട്. ഒടുവിൽ EP ജയരാജൻ പറഞ്ഞതുമുണ്ട്. ഇത് ഓരോന്നും ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുക. യഥാർത്ഥത്തിൽ ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്ന് പറഞ്ഞ EP ജയരാജനെ നമുക്കറിയാം 2023 ഈ നന്ദകുമാർ വെണ്ണലയിൽ വന്നിട്ട് മാലയിടാൻ പോകുന്നത്, ഷാൾ അണിയിക്കാൻ പോകുന്നത്. ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് MV ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുന്നതിന് മാത്രമല്ല, കാസർഗോഡ് നടത്തുന്ന ഈ ജനപ്രതിരോധ യാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്ന ദിവസം കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറി EP ജയരാജൻ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ വന്ന് ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ കണ്ട് മാല അണിയിച്ചതിനു ശേഷം അത് നന്ദകുമാറിൻ്റെ അമ്മയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു.
ആ ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിലാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ അന്ന് പറഞ്ഞ ഇ.പി. ജയരാജൻ അന്ന് ഒളിച്ചുവെക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഇപ്പോഴും ഒളിച്ചുവെക്കാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദല്ലാൽ നന്ദകുമാറുമായി ഇ.പി. ജയരാജന് 1 വർഷത്തിലേറെയായി നീണ്ട ബന്ധമുണ്ട് എന്ന് കാര്യം. അതാ 2023 ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഇ.പി. ജയരാജൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കുക സാധ്യമല്ല. 2, ഇ.പി. ജയരാജൻ ഇങ്ങനെ കേരളത്തിൻ്റെ BJPയുടെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടി ഘടകത്തിൽ അറിയിച്ചിരുന്നു. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. പാർട്ടി ഘടകത്തിൽ അറിയിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി കൺവീനറെ കണ്ടു എന്നുള്ളത് ഒരു പാർട്ടി ഘടകത്തിൽ അറിയിച്ച് പാർട്ടി ഘടകം ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം വളരെ അപ്രതീക്ഷിതമായ ബോംബ് പൊട്ടിക്കുകയായിരുന്നു ഇ.പി. ജയരാജൻ. 3, ഇത് ആദ്യമായിട്ടല്ല ഇ.പി. ജയരാജന് ഈ ജാഗ്രത കുറവുണ്ടാവുന്നത്. ഇത് ദല്ലാളിൻ്റെ കാര്യത്തിൽ തുടർച്ചയായി ജാഗ്രത കുറവുണ്ടാവുന്നു. അതിനു മുമ്പ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 ഡസനോളം സംഭവങ്ങളിൽ ഇ.പി. ജയരാജന് തുടർച്ചയായിട്ട് ജാഗ്രത കുറവുണ്ട്. 2 കോടി രൂപ ബോണ്ട് വാങ്ങുന്നു സാന്റിയാഗോ മാർട്ടിൻ്റെ പേരിൽ, തീരുന്നില്ല. പാർട്ടിയുടെ പ്ലീനം നടക്കുന്ന സമയത്ത് പത്രത്തിൻ്റെ മുഖപേജിൽ ഈ രാധാകൃഷ്ണൻ്റെ പരസ്യം പ്രസിദ്ധീകരിക്കുന്നു. ദേശാഭിമാനിയുടെ സ്ഥലം എം.വി. രാധാകൃഷ്ണൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാവുന്നു. തുടർന്ന് എം.വി. ജയരാജൻ്റെ ബന്ധു നിയമന വിവാദമുണ്ടാവുന്നു. നന്ദകുമാറിനെ ഷാളണിയിക്കാൻ പോകുന്നു. പാർട്ടി യാത്രയിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. തുടർച്ചയായിട്ട് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കുന്നില്ല. ഒട്ടേറെ തവണ ഈ ജാഗ്രത കുറവും ഒരർത്ഥത്തിൽ പാർട്ടിയിൽ അച്ചടക്ക നടപടിക്ക് വിധേയമാവേണ്ട രീതിയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് പോലും ആ അർത്ഥത്തിൽ ഇ.പി. ജയരാജനെ ഒരേ ഒരു തവണ മാത്രമാണ് ശിക്ഷിച്ചത്. അത് ശിക്ഷയെന്ന് പറയുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി ഇടപെട്ടുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി എന്നത് മാത്രമാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തെ പാർട്ടിയുടെ ഒരു സ്ഥാനത്ത് നിന്നും ഔദ്യോഗികമായി നീക്കം ചെയ്യുകയോ അച്ചടക്ക നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരു അച്ചടക്ക നടപടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ 3 കാര്യങ്ങളെ പാർട്ടിയുടെ മുന്നിലുള്ളൂ. നന്ദകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പാർട്ടിക്ക് നടപടിയെടുക്കുക സാധ്യമല്ല. നിലവിൽ അതൊരു വ്യക്തിയാണ്. അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തി എന്ത് വിശദീകരണം നൽകുമെന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒട്ടുമേ കഴിയില്ല. അത് പിണറായി വിജയനും എം.വി. ഗോവിന്ദനും തന്നെ പറഞ്ഞിരിക്കുന്നു. വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധി. മൂന്നാമത്തത് അതാണ്, വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. അതൊരു ജാഗ്രത കുറവാണെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ജാഗ്രത കുറവിനെ പാർട്ടി എന്താ കൽപ്പിക്കുന്നത്? താക്കീതാണ് നൽകുക. ആ താക്കീതിനേക്കാൾ വലിയ ശിക്ഷ ഇപ്പം നൽകി. പരസ്യശാസന സെൻഷറിംഗ് നടത്തി. അപ്പോൾ അതിനും മേലെയുള്ളൊരു പാർട്ടി നടപടി ഇനി വരിക സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ. മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ തുടർച്ചയായി ജാവദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ആ കൂടിക്കാഴ്ചയിൽ താൻ തന്നെ ചോദിച്ചിരുന്നുവെന്നാണ് ജാവദേക്കറിനോട്. പലതരത്തിൽ നേട്ടമുണ്ടാക്കാൻ നടക്കുകയാണല്ലേ എന്ന് പറയുമ്പോൾ അപ്പോൾ ജാവദേക്കറുമായിട്ട് ഒരു വെല്ലുവിളി നടത്തി പോകുന്നുവെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഏത് ഘട്ടത്തിലാണ്? തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. ആ സമയത്ത് ഏത് മീറ്റിംഗാണ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയത്? എൻ്റെയോ സ്മൃതിയുടെ അറിവിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച പരസ്യമായിട്ട് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന BJPയുടെ പ്രഭാരിയുടെ മാത്രം ചുമതലയുള്ള നേതാവുമായി ഒരു കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ഒരു സാഹചര്യം വേണ്ടേ? ഏത് സാഹചര്യമാണ്? പരിപാടിയിൽ നിന്നാണ് പറഞ്ഞത്. ഏത് പൊതുപരിപാടിയാണ്? അല്ല, BJPയുടെ പ്രഭാരിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? അല്ല, അങ്ങയുടെ ഉള്ളത്തിൽ പറഞ്ഞോളൂ. എൻ്റെ ഒരു ന്യായമായ സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുൻ 2021 കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് മാറിയ ഒരു നേതാവ്, അതും BJPയുടെ ഇത്തരത്തിൽ ദല്ലാളന്മാരുമായിട്ട് ഇടപെട്ട് പല നേതാക്കളെയും സമീപിച്ച് പാർട്ടിയുടെ ചുമതലയുള്ള ഒരു പ്രഭാരിയുമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതു പൊതുചടങ്ങിലാണ് കണ്ടതെന്ന് എനിക്ക് വ്യക്തമല്ല. അങ്ങേക്ക് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങേക്ക് ഓർമ്മിപ്പിക്കാം. അത് വിശദീകരിക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല. കാരണം എനിക്ക് ഓർമ്മയില്ല മുഖ്യമന്ത്രി ഏത് ചടങ്ങിലാണ്, ഏത് കാര്യത്തിനാണ് BJPയുടെ പ്രഭാരിയുമായി സംസാരിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ബോധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ജാവദേക്കറെ കണ്ടു എന്നതിൻ്റെ പേരിൽ നടപടിയെടുക്കുക സാധ്യമല്ല. ഇനി 2ാമത്തെ ഒരു വിഭാഗമാണ് നേരത്തെ പറഞ്ഞ BJPയിലെ ഒരു വനിതാ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ. ആ വനിതാ നേതാവിൻ്റെ ദല്ലാൾ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ദല്ലാളിൻ്റെ പ്രവർത്തനത്തെക്കാൾ വലിയ ദല്ലാൾ പ്രവർത്തനമാണ് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പല പരാതികളും അവരെക്കുറിച്ച് വന്നിട്ടുള്ളതാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ആ ഘട്ടത്തിൽ അത് പോകുമെന്നും കരുതുന്നില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ AKGയുടെ കാലത്ത് നിന്ന് EP-യുടെ കാലത്തേക്ക് എത്തുമ്പോൾ ദല്ലാളുമാർക്ക് പാർട്ടിയുടെ ഉന്നത തലങ്ങളിലുള്ള നേതാക്കന്മാരുമായി ഇപ്പോഴും വിലപേശാൻ കഴിയുന്നൊരു സാഹചര്യം ഇവിടെയുണ്ടെന്നും
ആ സാഹചര്യം തുടർച്ചയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നും നമുക്കിനിയും വ്യക്തമാവുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ പോലെ, VM രാധാകൃഷ്ണനെ പോലെ, നന്ദകുമാറിനെ പോലെയുള്ള ഷേഡി ക്യാരക്ടേഴ്സുമായിട്ട് എന്താണ് LDF കൺവീനറായ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ബന്ധം എന്നുള്ളത് തൃപ്തികരമായി വിശദീകരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷേ നിലവിൽ അതിന്മേൽ ഈ പരസ്യശാസനയ്ക്ക് മേൽ ഒരു നടപടി എടുക്കുക CPM സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷയം ചർച്ച ചെയ്യും. ഒരുപക്ഷെ ഒരു താക്കീത് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി കൂടി നൽകാനും സാധ്യതയുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ EP പുറത്തു പറയുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയനും അറിഞ്ഞത് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇത് നേരത്തെ തന്നെ അറിയുകയും ഇത് സംഭവം നടന്ന ഘട്ടത്തിൽ തന്നെ ഇതിപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നതിനകത്തും ഈ ദലാൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ കാര്യം പാർട്ടി നേതൃത്വം അറിഞ്ഞു. പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് അത് തടയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പുറത്തേക്ക് പറയുന്ന ഘട്ടത്തിലാണ് ഈ പരസ്യശാസ്ത്രം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അറിയുന്നത്. അപ്പോൾ എവിടെയാണ് വരുന്നത്? അതുവരെ അദ്ദേഹം അവിടെയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ അതുവരെ ഒരു നടപടി എടുക്കുന്നില്ലെന്നല്ല, നടപടി ഒന്നും പുറത്തേക്ക് അറിയുന്നുമില്ല എന്നുള്ളതാണ്. ഇത് കൊടുക്കുന്നൊരു തെറ്റായ സന്ദേശം എന്ന് പറയുന്നത് അത് പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിലുള്ള അണികളെ മറ്റൊരു പാർട്ടിയിലേക്ക് കൊണ്ടുപോവുകയൊന്നും ഒരു നേതാവ് വിചാരിച്ചാൽ കഴിയില്ല എന്നുള്ളതാണ്. അത് ഒരു പ്രചരണത്തിന് വേണ്ടിയുള്ളൊരു ടൂളായി ഉപയോഗിക്കാം എന്നതിനും അപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്താനോ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനോ ഒരു കേഡർ പാർട്ടിയിലെ ഒരു നേതാവിനോട് സംസാരിക്കുക എന്നുള്ളത് ഏറെ അസാധ്യമാണ്. അത് നടക്കുന്ന കാര്യമേ അല്ല. അത് CPM-ൻ്റെയോ CPI-യുടെയോ ഒക്കെ പ്രവർത്തന രീതി അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം. അങ്ങനെ ഒരു കേഡർ സംവിധാനത്തിൽ ഒരുപക്ഷെ ഈ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ സാക്ഷരതയുള്ള അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലുമുള്ള ഒരു പാർട്ടി ഘടകത്തിൽ ഏതെങ്കിലും ഒരു കൺവീനറെ സ്വാധീനിച്ച് ഏതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെയോ കേന്ദ്ര കമ്മിറ്റി അംഗത്തെയോ സ്വാധീനിച്ചാൽ ഒരു മണ്ഡലം തന്നെ മാറ്റിമറിച്ച് കളയാം എന്നൊക്കെയുള്ള ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൂഢസ്വർഗ്ഗത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒറ്റ വാചകം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ ഈ ദല്ലാളുമായി ബന്ധപ്പെട്ട് EP ജയരാജനെ BJP-യിലേക്ക് എത്തിക്കാനുള്ള 90% ചർച്ച നടത്തിയൊരു സമയമുണ്ട്. ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് സ്വന്തം പാർട്ടിയിൽ നിലനിൽക്കുമോ എന്ന് ശോഭാ സുരേന്ദ്രന് സംശയമുള്ളൊരു സമയമാണ്. അതും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. എം വി നികേഷ് കുമാർ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ വിഷയം രണ്ട് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. ഒന്ന്, EP പാർട്ടിയെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടും അറിയിച്ചില്ല എന്നുള്ളത്. രണ്ടാമത്തേത്, പോളിംഗ് ദിവസം എന്തിനിത് പറയുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് EP ജയരാജനെ ഗവർണറാക്കാം എന്നാണ് പറയുന്നത്. അതെ, ഇതിൻ്റെ ലോജിക്കൊന്ന് പറഞ്ഞു തരണേ എനിക്ക്. സാധാരണഗതിയിൽ ഇപ്പോൾ EP ജയരാജനെ പോലെ ഒരു നേതാവിനെ കൊണ്ടുവന്നിട്ട് ഗവർണറാക്കിയിട്ട്, അതായത് ഇതിനകത്ത് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് 95% ആ ചർച്ച മുന്നോട്ട് പോയി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ BJP-യിലേക്ക് CPM-ൽ നിന്ന് EP ജയരാജനെ കൊണ്ടുവന്ന് ഗവർണറാക്കിയിട്ട് BJP-ക്ക് എന്താ കാര്യം? BJP ഇപ്പോൾ EP ജയരാജനെ പോലെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്താണ് BJP അദ്ദേഹത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? CPM-നെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുക, CPM-നെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ CPM ആസൂത്രണം ചെയ്യുന്നതാണ് എന്ന നിലയിൽ കാര്യങ്ങൾ പറയിപ്പിക്കുക. എന്നിട്ട് രാഷ്ട്രീയമായൊരു സ്വാധീനം, CPM-നേക്കാൾ CPM ഒരു തല്ലിപ്പൊളി പാർട്ടിയാണ് എന്ന രീതിയിൽ ഒരു സ്വാധീനം നേടുക. ഇതാണല്ലോ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. പക്ഷേ ഗവർണർ പോസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് 95% ചർച്ച പുരോഗമിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതിനകത്ത് ഒരു യുക്തിയില്ല. രണ്ടാമത്തെ കാര്യം, ലാവ്ലിൻ സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയ വിഷയങ്ങൾ ഒത്തുതീർപ്പാക്കുക. ആര്? EP ജയരാജനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞാണ്. EP ജയരാജനെക്കുറിച്ച് നമ്മുടെ ആക്ഷേപം എന്ന് പറയുന്നത് EP ജയരാജൻ പിണറായി വിജയനോട് പാർട്ടിയോട് ഗർവിച്ച്, എന്നിട്ട് അതേ പിണറായി വിജയന് വേണ്ടിയിട്ട് ലാവ്ലിൻ പ്രശ്നവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കാം എന്ന നില. അവിടെ നിങ്ങോട്ടല്ലേ പറഞ്ഞു? അവിടെ നിങ്ങോട്ട് പറഞ്ഞു EP താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ നിങ്ങോട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഈ പറയുന്ന വാഗ്ദാനങ്ങളിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ചർച്ചയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്ന്, ഗവർണറാക്കിയിട്ട് എന്താ കാര്യം? 95% ചർച്ച പുരോഗമിച്ചു എന്നാണ്. പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് EP-യുടെ കൂടെയുള്ള ഒരാൾക്ക് എന്തോ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞു, അവിടെയാണ് ഇത് പൊളിഞ്ഞു പോയതെന്ന് പറയുന്നത്. അതിലെന്ത് യുക്തിയാണുള്ളത്? സ്ഥാനം എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് EP-യുടെ വീട്ടിലേക്ക് വരികയാണല്ലോ, EP-യുടെ മകന്റെ വീട്ടിലേക്ക് വരികയാണല്ലോ. ഞാൻ പറഞ്ഞതിൽ കൺവിൻസിങ് ആണോ? ഞാൻ പറഞ്ഞത് കൺവിൻസിങ്. ഈ പറയുന്ന ഗവർണർ സ്ഥാനം ഇത്രയേ ഉള്ളൂ. 2 വെർഷനേ നമ്മുടെ മുമ്പിലുള്ളൂ. മൂന്നാമത്തെ വെർഷനില്ല. നിങ്ങളാരും ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്താൻ യോഗ്യരല്ലല്ലോ. കാരണം നിങ്ങളാരും ഇത് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ, ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ, ഈ 2 പേര് പറയുന്ന EP-ക്ക് കൊടുത്ത ഓഫേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഗവർണർ സ്ഥാനം, 2 CPM-ൻ്റെ പ്രമുഖ നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക. ഇതിൽ എന്ത് യുക്തിയാണുള്ളത്? ഓഫർ സംബന്ധിച്ച തർക്കമാണോ പ്രധാനം? അല്ല,
അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇ പി ജയരാജൻ എന്തിനാണ് ബി ജെ പിക്കാരുമായിട്ട് ചർച്ചയ്ക്ക് പോകേണ്ട കാര്യം? അങ്ങോട്ട് പോവല്ലോ. ഇ പിയുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇ പിയുടെ ഫ്ലാറ്റിൽ, മകന്റെ ഫ്ലാറ്റിലേക്ക് ടാക്സി പിടിച്ച് വരുന്നു. ആള് ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആളും ആരവോ ഒന്നും ഇല്ലാതെ ടാക്സി പിടിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അതിന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി ദലാൾ നേരത്തെ തന്നെ 10 മിനിറ്റ് മുന്നേ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ എന്ന് പറഞ്ഞ പറഞ്ഞാൽ കാര്യങ്ങൾ അതൊക്കെ ഇ പി തന്നെ പറഞ്ഞല്ലോ. അതൊക്കെ ഇ പി പറഞ്ഞാണ് നമ്മുടെ മുന്നിൽ. നോക്കൂ, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശോഭ പറഞ്ഞപ്പോഴും ദല്ലാള് പറഞ്ഞപ്പോഴും അല്ല നമ്മളിത് ചർച്ചയ്ക്കെടുത്തത്. നമ്മൾ ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് ഇ പി പറഞ്ഞപ്പോഴാണ്. ഇ പി എന്നാണ് പറഞ്ഞത്? സ്മൃതി, ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇ പി ജയരാജന്റെ മുമ്പിൽ 2 സെറ്റ് ഓഫ് ഓഫേഴ്സ് വെച്ചിട്ടുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും പറയുന്നത്. ഈ പറയുന്ന 2 സെറ്റ് ഓഫ് ഓഫേഴ്സിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഗവർണർ പദവിയിൽ എന്താ യുക്തിയില്ലാത്തത്? അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സി പി എമ്മിൻ്റെ നേതാവാണെന്ന് വിചാരിക്കാം. സി പി എമ്മിൻ്റെ നേതാവായ എന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി ഗവർണർ ആക്കേണ്ട കാര്യം ബി ജെ പിക്ക് എന്തിരിക്കുന്നു? ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രി ആക്കേണ്ട കാര്യം എന്താ ആസാമിൽ? എൻ്റെ അരുണേ, അതല്ലേ എൻ്റെ പോയിന്റ്. ആ ഹിമന്ത ബിശ്വ ശർമ്മയെ നോർത്ത് ഈസ്റ്റിലെ കോൺഗ്രസിലെ ഗോ ഗെറ്ററാണ്. ആ ഗോ ഗെറ്ററെ ബി ജെ പി കൊണ്ടുവന്നിട്ട് ബി ജെ പിയുടെ ഗോ ഗെറ്ററാക്കി. ഇത് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും കേരളത്തിലെ ബി ജെ പിയും പ്രകാശ് ജാവദേക്കറെ ധരിപ്പിച്ചിരിക്കുന്നത് എന്താ? കേരളത്തിലെ തലപ്പൊക്കമുള്ള നേതാവാണ് ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ പോന്നാൽ ഇ പി ജയരാജനോടൊപ്പം ആളുകൾ വരുന്നത് മാത്രമല്ല പാർട്ടിക്കുള്ളിലേക്കുള്ളൊരു ഇൻട്രോഡാണ്. ഇതേവരെ തലപ്പൊക്കമുള്ള ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽഫോൺസ് കണ്ണന്താനം പോയി, വിശ്വനാഥ് മേനോൻ പോയി എന്നൊക്കെ പറഞ്ഞ കഥകളല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. പത്മജയെ കൊണ്ടുപോയിട്ട് ഗവർണറാക്കല്ലോ ചെയ്യുന്നത്. പത്മജയെ രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിയുടെ കൊടി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനിൽ ആന്റണിയെ ബി ജെ പിയുടെ കൊടി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അനിൽ ആന്റണിയെയോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെയോ ഏതെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഗവർണർ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ ആയാലും ദല്ലാൽ നന്ദകുമാറിൻ്റെയും ഈ 2 സെറ്റ് ഓഫ് ഓഫേഴ്സിൽ ഇ പി ജയരാജനെ കണ്ണി ചേർക്കാൻ എൻ്റെ മുന്നിൽ ന്യായങ്ങളില്ല. അതല്ല, ഇ പി ജയരാജനോട് പറയാണ്, നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഞങ്ങളുടെ പാർട്ടിയെ നയിക്കണം, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ബി ജെ പിയുടെ പുതിയ പ്രസിഡൻ്റായി വരണം. എന്നിട്ട് എങ്ങനെയാണോ ഹിമന്ത ബിശ്വ ശർമ്മയെ, എങ്ങനെയാണോ ബംഗാളിൽ ബി ജെ പിയുടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവരുന്നവരെ ബി ജെ പിയുടെ പ്രധാന മുഖങ്ങളാക്കിയത്, അതേപോലെ ആണ് ഒരു ഓഫറെങ്കിൽ ആ ഓഫറിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് ശോഭാ സുരേന്ദ്രനോ നന്ദകുമാറോ പറയുന്നതെങ്കിൽ അതിൽ യുക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചേനെ. ഇവിടെ അതിന് വിശ്വസിച്ചില്ല. അത് മറന്നു പോകുന്നുണ്ട്. ഇ പി എന്ന വ്യക്തിയെ വിടൂ. ഇവിടെ എൽ ഡി എഫ് കൺവീനർ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അങ്ങോട്ട് എടുത്തു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഗുണങ്ങളും ദോഷങ്ങളും അവിടെ നിൽക്കട്ടെ, എടുത്തു എന്ന് പുറത്തേക്ക് പറയുമ്പോൾ സി പി എമ്മിനകത്ത് എന്ത് സംഭവിക്കും? അണികൾക്ക് എന്ത് സംഭവിക്കും? പാർട്ടിയോടുള്ള അവിശ്വാസമാണ്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പോയി എന്ന് പറയുമ്പോൾ അങ്ങനെ അടപടലം അല്ലെ? ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഈ പാർട്ടിയെ തകർക്കുകയാണ് ഇനി വേണ്ടത് എന്നുള്ള ഉപദേശം അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കും. ഇവിടെ കോൺഗ്രസ് അല്ല, ഇവിടെ മുഖ്യ ശത്രു സി പി എം ആണെന്ന് അവർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇ പി ജയരാജനെ ബി ജെ പി എടുത്തു എന്ന് കണ്ടാൽ ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൻ്റെയും ഡോക്ടർ അരുണിൻ്റെയൊക്കെ ഒരു നിലവാരത്തിലുള്ള എഡിറ്റർമാർ വിചാരിക്കുന്നത് സി പി എമ്മിൽ നിന്ന് അടപടലം ഇ പി ജയരാജനോടൊപ്പം ബി ജെ പിയിലേക്ക് പോകുന്ന വലിയ കോട്ടയിലേക്കൊപ്പം നിന്ന് വലങ്കൈയായി നിന്ന് പാർട്ടി വളർത്താൻ സഹായിച്ച് പാർട്ടിയുടെ ഫണ്ട് മാനേജറായിട്ടിരുന്ന് പോൾ മാനേജറായിട്ടിരുന്ന ഒരാള് വളരെ പെട്ടെന്ന് ബി ജെ പി ക്യാമ്പിലേക്ക് വരികയാണ്. എൽ ഡി എഫ് കൺവീനറെയാണ് അടർത്തി മാറ്റിയിരിക്കുന്നത്. അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഹുല്ല പോലെ മതി അതിനിടയിൽ നുഴഞ്ഞു കയറാൻ. ഇത് സി പി എം എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് ഇ പി ജയരാജനെ പോലെ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോയി എന്ന് കൂട്ടുക, അത് അസംഭാവ്യം എങ്കിൽ പോലും പോയി എന്ന് കൂട്ടുക. അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ്? ഒരു ദിവസത്തെ വാർത്ത. അതിനപ്പുറത്തേക്ക് ഇ പി ജയരാജനോടൊപ്പം കണ്ണൂർ, കീച്ചേരി, പാപ്പനിശ്ശേരി മേഖലകളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പോകും, അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ ധരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് അക്കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായ്മ കൊണ്ടാണ്, രാഷ്ട്രീയ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. പിന്നെ ഏതായാലും ഈ 2 കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല, ക്ലബ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പ്രധാനമായിട്ട് ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ ചോദ്യം എന്താണ്, നടപടി വേണ്ടേ എന്നുള്ളതാണ്. നടപടി ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞു, പിണറായി വിജയൻ പരസ്യമായി ശാസിച്ചു, അത് ഒരു പബ്ലിക് സെൻഷറിങ് അല്ലല്ലോ.
പിണറായി വിജയൻ ഒരു റെഫറൻസ് ആണ് നടത്തിയിട്ടുള്ളത്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. അതൊരു പബ്ലിക് റെഫറൻസ് ഒന്നല്ല. ഒരു നേതാവിന് മറ്റൊരാളെ പരസ്യമായി ശാസിക്കാനൊന്നുള്ള അധികാരം CPM-ൽ ഇല്ല. അത് പാർട്ടി കമ്മിറ്റിയാണ് ചെയ്യേണ്ടത്. ആ കമ്മിറ്റി ചെയ്തതിന് ശേഷം അത് താഴെത്തട്ടിൽ വിശദീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് വേറൊരു പ്രക്രിയയാണ്. ആ നിലയിലുള്ള സെൻഷറിങ് ആവശ്യമായി വരും എന്നാണ് ഞാനും കരുതുന്നത്. കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് EP ജയരാജൻ എന്ന് പറയുന്നത് ഇന്ന് CPM-ലെ ഏറ്റവും ത്യാഗമനുഷ്ഠിച്ചിട്ടുള്ള നേതാവാണ്. ഓങ്കോളിൽ ട്രെയിൻ യാത്രക്കിടെ 2 RSSകാരുടെ വെടിയേറ്റിട്ടുള്ള ആളാണ് EP ജയരാജൻ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം. അങ്ങനെ ഒരാൾ ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല സാർ. അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇതേ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്ത് പാർട്ടിയിൽ നിലനിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹം പാർട്ടി കമ്മിറ്റികളിൽ സജീവമല്ല എന്നുള്ള വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ 1-to-1 EP ജയരാജനുമായി സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലാകെയും വന്നിട്ടുള്ള വിഷയമാണത്. അതായത് നിങ്ങൾ പാർട്ടിയിൽ സജീവമാകണം. ഒരു ദിവസം ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നു. ക്ലിഫ് ഹൗസിൽ പോയി അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ നമ്മളൊക്കെ കൊടുത്തിട്ടുള്ള ബാനർ ഹെഡിങ് എന്താണ്? പാർട്ടിയിൽ സജീവമാകണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. പിന്നെ തുടർച്ചയായിട്ട് എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്? EP ജയരാജൻ പാർട്ടിയിൽ സജീവമാകുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പാർട്ടി കേഡറിന്, പാർട്ടി അംഗത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വ്യതിചലനങ്ങളിൽ പാർട്ടി ഇത്തരത്തിലുള്ള വിളിച്ച് സംസാരിക്കലൊന്നും അല്ല ഉണ്ടാവുക, നടപടിയാണ് ഉണ്ടാവുക. ആ നടപടിയല്ല യഥാർത്ഥത്തിൽ അത് EP ജയരാജൻ്റെ ഈ പാർട്ടിയിലുള്ള റോൾ എന്താണ് എന്നുള്ളത് കൊണ്ടാണ് ആ നിലയിലുള്ള പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ EP സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ഏകപക്ഷീയമായി പാർട്ടി EP സംരക്ഷിക്കുമെന്ന് എനിക്ക് കരുതാനാകില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പിണറായി വിജയൻ വളരെ പരസ്യമായി നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അനിവാര്യമായ ഘട്ടമായതുകൊണ്ടാണ്. അതായത് ഒരു പോളിംഗ് ദിനത്തിൽ EP ജയരാജൻ ഇത് പരസ്യമായി പറയുന്നു എന്ന് വരികിൽ അത് അവിടെ വെച്ച് വീറ്റോ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഒരു സീനിയർ പാർട്ടി നേതാവായിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ജാഗ്രത കുറവ് എന്ന കൃത്യമായ വാചകത്തിലൂടെ അക്കാര്യത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. ഇവിടെ പബ്ലിക്കായി EP സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പ്രകാശ് അവിടെ കണ്ടിരുന്നു. പ്രകാശ് അവിടെ കണ്ടതിന് മധ്യസ്ഥനായി വർത്തിച്ചിട്ടുള്ളത് ദല്ലാൽ നന്ദകുമാറാണ് എന്നുള്ളത്. 2, അക്കാര്യത്തിൽ പിണറായി വിജയൻ ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ EP-യെ സംബന്ധിച്ചിടത്തോളം EP-ക്ക് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി പാർട്ടി അണികളെ കൂടി ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ, അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന വിധത്തിൽ ആ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടപടിയെടുക്കാതിരിക്കാൻ കഴിയുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല പാർട്ടി അണികൾ, ഇപ്പോൾ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കോളൂ, പാർട്ടി അണികൾ രോഷാകുലരാണ്. അത് പാർട്ടിക്ക് കണക്കിലെടുക്കാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ EP തന്നെ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ പാർട്ടി നടപടി ഒഴിവാക്കുക ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓഹരിയുള്ള വൈദേകം റിസോർട്ടിൻ്റെ നടത്തിപ്പ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. 2, LDF BJP പോരാട്ടമാണ്. BJP-യിലെ മികച്ച സ്ഥാനാർത്ഥികളുണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണല്ലോ ഈ സംഭവം EP വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ കൂടി ഇത് വെറും ഒരൊറ്റ ഡയലോഗിൽ മാത്രമായി നിൽക്കുന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ EP ജയരാജൻ വിശദീകരണം നൽകേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ EP കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരിക്കുകയാണ് എങ്കിൽ, നേരത്തെ സംഭവിച്ചതുപോലെ കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ, പാർട്ടിയോട് സഹകരിക്കാതിരിക്കുകയാണെങ്കിൽ EP ജയരാജനെ സ്വാഭാവികമായും തിരുത്തേണ്ടി വരും. ഇപ്പോൾ നടപടി എന്ന് പറയുന്നത് എന്താ? എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടപടി എന്ന് പറയുന്നത് ഒരു തിരുത്തൽ പ്രക്രിയയാണ്. തിരുത്തലിന് വിധേയരാകാത്തവരാരുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. EMS മുതൽ ഏറ്റവും ഒടുവിൽ VS-ഉം പിണറായി വിജയനും അടക്കമുള്ളവർ തിരുത്തലിന് വിധേയരായിട്ടുണ്ട്, നടപടികൾക്ക് വിധേയരായിട്ടുണ്ട്. അതൊന്നും വലിയ നാണംകെട്ട പരിപാടിയൊന്നുമല്ല. അപ്പോൾ കാര്യത്തിൽ നമുക്കിനി അസ്വാഭാവികമോ അസാധാരണമായ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരുത്തലിന് വിധേയമാകേണ്ടി വരും. തിരുത്തലിന് വിധേയമാകാൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ തിരുത്തൽ വേണ്ടി വരും. ഓക്കെ, സുജയ. EP ജയരാജനെതിരെ കടുത്ത നടപടി വേണം എന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. പാർട്ടി മുഴുവനുമല്ല, ഒരു വിഭാഗമേ കടുത്ത നടപടി വേണമെന്ന് വാദിക്കുകയുള്ളൂ. തിങ്കളാഴ്ച ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോഴും ഒരു വിഭാഗം മാത്രം കടുത്ത നടപടി വേണം എന്ന് വാദിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ എന്തായാലും കാണുന്നത്. ഇതിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റുമോ? അല്ല, EP ജയരാജൻ ആ കൺവീനർ സ്ഥാനം ഇനി എനിക്ക് തുടരാൻ പറ്റില്ല, എൻ്റെ മേൽ ഇങ്ങനെ ഒരു കളങ്കം വന്ന് വീണിരിക്കുന്നു, അക്കാര്യത്തിൽ പരസ്യ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉന്നയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ തുടരുന്നില്ല
എന്ന് ഇ പി പറയുമോ? അതൊക്കെയാണല്ലോ ഇനിയിപ്പോൾ അങ്ങോട്ട് സംഭവിക്കുന്നതായി അല്ലെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ കാണാനിരിക്കുന്ന കാര്യം. ഇതിൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് മറ്റ് സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളൊക്കെ വിശദീകരിച്ചതുകൊണ്ട് ആ കൂടിക്കാഴ്ച നടന്ന 2023 മാർച്ച് 5-ന് നടാടെയാണ് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും കണ്ടതെന്ന് ആരറിഞ്ഞു? അതിനു മുൻപ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ആരൊക്കെയാണ്? പ്രകാശ് ജാവ്ദേക്കർ ചുമതല എടുത്തതിന് ശേഷം നടന്ന കൂടിക്കാഴ്ചകൾ ആരുമൊക്കെയായാണ്? അങ്ങനെയുള്ള കാര്യങ്ങളും ചർച്ചയാക്കപ്പെടും. ഇ പി ജയരാജനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു അഗ്നിപർവ്വതത്തിന് മേൽ തൊടുന്നത് പോലെ തന്നെയായിരിക്കും. കാരണം ഇ പിക്ക് പല കാര്യവും അറിയാം, പലരുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയാം. ഇ പി ജയരാജൻ അതൊക്കെ തുറന്നു പറഞ്ഞാൽ വെട്ടിലാകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നന്നായി അറിയാവുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ ഉത്തരവാദപ്പെട്ട ഒരു നേതാവിന് ജാഗ്രത കുറവുണ്ടായാൽ അതിൽ കൃത്യമായ നടപടിയിലേക്ക് പോകും. അങ്ങനെയാണ് CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ സംവിധാനമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റേണ്ട ഒരു ഇതിലേക്ക് മുന്നണി യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നതിലേക്ക് എത്തണം. അതിലേക്കാണ് പാർട്ടി ആദ്യമായി പോകേണ്ടത്. അതല്ലാത്ത നടപടികളൊക്കെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റിയാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. നേരത്തെ കണ്ടതല്ലേ, പി ജയരാജനാണ് ഇ പിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്നിട്ട് ഇപ്പോൾ പി ജയരാജൻ എവിടെ? പി ജയരാജൻ എവിടെ നിൽക്കുന്നു? അന്ന് ആരാണ് ഇ പി ജയരാജനെ സംരക്ഷിച്ചത്? ഇ പി ജയരാജൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് പാർട്ടിയിലെ ഉന്നതരായ എല്ലാ നേതാക്കൾക്കും അറിയാം. പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ നന്നായി അറിയാം. ഞാൻ പറയുന്നു, ഇ പി ജയരാജനെ ഒന്ന് കടുപ്പത്തിൽ ശാസിക്കും. നമ്മൾ സ്ട്രോങ് ടീ എന്ന് പറയില്ലേ, അതുപോലെ ഒരു സ്ട്രോങ് ശാസന. അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇ പി ജയരാജൻ പലതും പൊട്ടിക്കും. അതൊക്കെ പൊട്ടിക്കാനായി തയ്യാറായി തന്നെയാണ് ഇ പി ജയരാജൻ ഇരിക്കുന്നത്. അതിനപ്പുറം അല്ലെങ്കിൽ പാർട്ടി ചെയ്തു നോക്കട്ടെ. അപ്പോൾ കാണാം ഇ പിക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് കേരളം മൊത്തം അറിയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇ പിയെ തരം താഴ്ത്തിയാൽ അല്ലെങ്കിൽ ഇ പിക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അധികം പേരൊന്നും അനങ്ങില്ല. അത് തെറ്റിദ്ധാരണയാണ്. ഇ പിയെ തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ ഇ പിക്കെതിരായ നടപടി എടുക്കുകയോ ചെയ്താൽ പലയിടത്തും അതിൻ്റെതായ ഇളക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അതിനുള്ള സംവിധാനമൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾ തന്നെയാണ് ഇ പി ജയരാജൻ. അതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ല എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ഇ പി ജയരാജനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സിനിമയിൽ പറയുമല്ലോ, തൊട്ട് കഴിഞ്ഞാൽ കടാപ്പുറം ഇളകുമെന്ന്. അതുപോലെ ഇ പി ജയരാജനും പല കാര്യങ്ങളും കൃത്യമായി പ്ലോട്ട് ചെയ്യാനും കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനും കഴിവുള്ള നേതാവാണ്. അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഇ പി. അതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പിന്നെ പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ യുദ്ധം നടന്ന കാലമുണ്ടല്ലോ, വിഭാഗീയതയുടെ പേരിൽ അങ്ങനെ നടന്ന ആ യുദ്ധം, ആ കാലത്തെ പാർട്ടി അല്ല ഇന്ന് CPIM. CPIMന് കൃത്യമായി കോർപ്പറേറ്റുകളുമായൊക്കെ ബന്ധം പല നേതാക്കൾക്കുമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് മറക്കേണ്ടതില്ല. അപ്പോൾ ഫണ്ട് റൈസറായ ഇ പി ജയരാജൻ കോർപ്പറേറ്റുകളുമായി അല്ലെങ്കിൽ വ്യക്തികളുമായി മറ്റു പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ഒക്കെ പല കാര്യങ്ങൾക്കും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദല്ലാളിനെ പോലെയുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് എന്നത് ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞാൽ പലരും വെട്ടിലാകുമെന്നുള്ള ഒരു സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ആർക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ ഇ പി ജയരാജൻ നേരത്തെ MV ഗോവിന്ദൻ നയിച്ച ജാഥയുടെ കണ്ണൂരിലെ കടന്നതിന് സമയത്ത് കൃത്യമായി കൊച്ചിയിലേക്ക് പോയത് ഇവിടെ അരുൺ സാർ ചൂണ്ടിക്കാട്ടി. അന്ന് നന്ദകുമാറിന്റെ അമ്മയെ പോയി മാലയല്ല ഇട്ടത്, പൊന്നാടയാണെന്നാണ്. പൊന്നാടയണിച്ചു. പിറന്നാൾ ദിനത്തിലെ ആ പൊന്നാടയിൽ എന്ത് നടപടിയെടുത്തു? ഇതിന് പറഞ്ഞ എന്താണെന്നറിയോ, കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്നൊരു മുരളി എന്ന് പറഞ്ഞൊരു നേതാവ് പറഞ്ഞപ്പോൾ ഒരു അമ്മയ്ക്ക് ഞാൻ മാലയിട്ട് കൊടുത്തത് അമ്മ ആരുടെ അമ്മയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെ, അപ്പോൾ ആ പൊന്നാട ഇട്ടു. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തൊടാതെ വിഴുങ്ങിയ പാർട്ടിയുടെ പേരാണ് CPIM. പിന്നെ വൈദേകം റിസോർട്ട്, അത് നിരാമയ വൈദേകം എന്ന പേരിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ റിസോർട്ടിന്റെ കൈമാറ്റത്തെക്കുറിച്ച് ഒക്കെ ചർച്ചകൾ ഉയർന്നു വന്നല്ലോ. അതിൽ അന്ന് ഇ പി പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, കൂടുതൽ കണക്ക് വേണോ എന്ന്. കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു കൂടുതൽ കണക്ക് വേണോ എന്ന്. അയ്യോ വേണ്ട എന്ന നിലപാടിലേക്ക് പോയ പാർട്ടിയാണ് CPIM. പിന്നെ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ക്രോണോളജി അവിടെയുണ്ട്. അപ്പോൾ ഇ പി പലതും പറയുമെന്നുള്ള പേടി പലർക്കുമുണ്ട്. ആ പേടി മറയ്ക്കാൻ ചിരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ BJPയിൽ പോകും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയത് അത് പാർട്ടിക്ക് ക്ഷീണമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഏത് കാര്യത്തിലാണ് ഇ പിക്ക് അതൃപ്തി എന്നത് പാർട്ടി പരിശോധിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇ പിയുടെ അതൃപ്തി എന്തിലൊക്കെയാണെന്നുള്ളത് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് വരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പാർട്ടി സെക്രട്ടറി ആകാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇ പി, അത് സത്യമാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറി ആകാൻ കഴിഞ്ഞില്ല. MV ഗോവിന്ദൻ കാണിക്കുന്ന തിരിച്ചുള്ള സമീപനങ്ങൾ അത് ഇ പിയെ പ്രകോപിപ്പിക്കുന്നുണ്ട്, അതും സത്യമാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ നയിക്കുന്ന ഒരു ജാഥയിൽ പാർട്ടി സെക്രട്ടറി ആയില്ല, MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കാതെ മാറി നിന്നതൊക്കെ ഇ പിയുടെ ഒരു പിണങ്ങൽ തന്നെയാണ്. അത് അന്ന് നമ്മൾ വിലയിരുത്തിയതാണ്, ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഇപ്പോൾ പരസ്യമായി ജാഗ്രത കുറവുണ്ടായി എന്നൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അത് ദല്ലാളുമായിട്ടുള്ള പാപി ശിവൻ, അതൊക്കെ
അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിമർശനം തന്നെയാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ പിണറായി വിജയന് പ്രകാശ് ജാവദേക്കറിനെ കണ്ടതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു പ്രശ്നമില്ല. പ്രകാശ് ജാവദേക്കർ കാണുന്നതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർമലൈസ് ചെയ്യുകയാണ്. ഞാനും കാണാറുണ്ട്, പല കാര്യവും പറയാറുണ്ട്. ആ പല കാര്യം എന്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയട്ടെ. പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടോ പ്രകാശ് ജാവദേക്കറെ ഇത്രയും തവണ കണ്ടത്? നേരത്തെ മാഡം ചോദിച്ചതുപോലെ ഏത് പരിപാടിയിൽ വെച്ചിട്ടാണ് കണ്ടത്? പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടന്നത് ഏത് ഫ്ളാറ്റിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചാണ്? കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ പാർട്ടി ചുമതലകളുള്ളയാളാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പാർട്ടിയെ വളർത്താൻ പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള പ്രകാശ് ജാവദേക്കറിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ, സാക്ഷാൽ ക്യാപ്റ്റൻ എന്നാണല്ലോ വിളിക്കുന്നത്, ക്യാപ്റ്റൻ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത്? ആ കൂടിക്കാഴ്ചയെ പറ്റി പിണറായി വിജയൻ വിശദീകരിക്കട്ടെ. എന്നിട്ട് വേണം ജയരാജനോട് നിങ്ങൾ എന്തിനാണ് ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വന്നപ്പോൾ മിണ്ടിയത്, കണ്ടത്, എടുത്തത്, അത് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനേക്കാളും വലിയ കൂടിക്കാഴ്ച നടത്തിയിട്ടിരിക്കുന്ന ആളാണ്. പരസ്യ വിമർശനം, ജാഗ്രത കുറവുണ്ടായി. പിന്നെ ആ ജാഗ്രത കുറവ് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു കുഴപ്പമില്ല. പ്രകാശ് ജാവദേക്കറെ കണ്ടതിനൊന്നും പിണറായി വിജയന് ഒരു കുഴപ്പമില്ല. മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വാചകം കൊണ്ടെങ്കിലും അദ്ദേഹത്തിന് അന്നലെ അത് തിരുത്താമായിരുന്നു, പറയാമായിരുന്നു. അതുണ്ടായില്ല. ദല്ലാളുമായിട്ടുള്ള സമ്പർക്കം ഇഷ്ടമല്ല, അല്ലെങ്കിൽ കുറിച്ച് പലതവണ വിമർശിച്ചിട്ടുള്ള മുഖ്യമന്ത്രി അത് ആവർത്തിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ജയരാജൻ കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി പറഞ്ഞ ഒരു വാചകമുണ്ട്. കോൺഗ്രസ് ദുർബലപ്പെടുകയാണ് കേരളത്തിൽ നടക്കുന്നത് CPIM BJP മത്സരമാണ്. മാർച്ച് 6-ാം തീയതി ജയരാജൻ പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലായതാണ്. പിന്നെ ഈ വിവാദമുണ്ടായപ്പോൾ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധാകരനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സുധാകരൻ മരുന്ന് കഴിച്ചില്ല. അതിനുശേഷം പറയുന്ന ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. 24-ാം തീയതി, ഇക്കഴിഞ്ഞ 24-ാം തീയതി യുടെ റിയാക്ഷനിൽ കിടക്കുന്നത്, എനിക്ക് BJPയിലേക്കും RSSലേക്കും പോകേണ്ട ആവശ്യമില്ല. നികേഷ് സാർ നേരത്തെ കൃത്യമായി കോട്ട് ചെയ്തതുപോലെ അവർക്കെതിരെ പൊരുതി വന്നവനാണ്. എന്നെ കൊല്ലാൻ RSSകാർ നിരവധി തവണ ബോംബെറിഞ്ഞതാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാൾക്ക് എത്രത്തോളം RSSൽ നിന്ന് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇപ്പോഴുള്ളതുപോലെ ഒരു സമാധാന അന്തരീക്ഷമൊന്നുമല്ല അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന കാലഘട്ടത്തിൽ കണ്ണൂരിലുള്ളത്. അപ്പോൾ ആ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പൊരുതി തഴക്കം വന്ന ജയരാജൻ അതൊക്കെ വിട്ടിട്ട് നടാടെ പ്രകാശ് ജാവദേക്കർ വിളിച്ചു പോകുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ പ്രകാശ് ജാവദേക്കർ എന്നെ കാണാൻ വന്നു, മകന്റെ ഫ്ളാറ്റിൽ, മകന്റെ കുട്ടിയുടെ പിറന്നാൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ ഡൈല്യൂട്ട് ചെയ്യുകയാണ് ജയരാജൻ ചെയ്തത്. അല്ലാതെ അവിടെയും അദ്ദേഹം BJPയെ എൻഡോഴ്സ് ചെയ്തിട്ടില്ല. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഞാൻ ഇൻവൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്നോട് പെർമിഷൻ എടുത്ത് വന്ന് നടത്തിയതാണ് എന്ന് പറയുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ദല്ലാൾ എന്താണ് പറഞ്ഞത്? ദല്ലാൾ പറഞ്ഞത് ജയരാജൻ BJPയിൽ ചേരാനല്ല പോയത്. എന്തിനാണ് പിന്നെ പോയത്? ദല്ലാൾ നന്ദകുമാർ പറയുന്നു, പിണറായി വിജയന്റെ രക്ഷകനായാണ് പോയത്. അപ്പോൾ പിണറായി വിജയനും ജയരാജനും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനകം തന്നെ പല കാര്യങ്ങളും അറിയുന്ന പിണറായി വിജയൻ പല വിഷയങ്ങളിലൂടെയും ഇതിനകം തന്നെ ജയരാജൻ വിവാദം ഉണ്ടാക്കിയപ്പോൾ തള്ളി പറയേണ്ടതാണ്, പുറത്താക്കുന്ന അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകേണ്ടതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ മറ്റൊരു വിഷയം കൂടി നിൽക്കുന്നുണ്ട്. അത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി ഇങ്ങനെ ആ ഒരു ലെവലിൽ, ലാഡറിൽ പെട്ടെന്ന് കയറി പോവുകയാണ്. അതിൽ മുതിർന്ന പല നേതാക്കൾക്കും അമർഷമുണ്ട് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ്. അപ്പോൾ ജയരാജൻ BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യം വീണ്ടും നന്ദകുമാറിനോട് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് നന്ദകുമാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് ഓളമുണ്ടോ എന്ന്. ഇതിൽ നിന്ന്, ഇത്രയും സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഈ ദല്ലാൾ നന്ദകുമാർ മീഡിയേറ്ററായി നിന്നുകൊണ്ടുള്ള ജയരാജൻ, പ്രകാശ് ജാവദേക്കർ ആക്കുളം കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ പാർട്ടി ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പുറത്തു വന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ പ്രകാശ് ജാവദേക്കർ ജയരാജൻ തമ്മിൽ കാണുന്നതിലൊന്നും CPIMലെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. കാരണം പ്രകാശ് ജാവദേക്കറുമായി പലരും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ച നടത്തിയവർ ആരൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയുകയും ചെയ്യാം. നേരത്തെ മാഡം സൂചിപ്പിച്ച ഒരു വിഷയം ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് കരുതിയാണ് അതിൽ ഇടപെടാതിരുന്നത്. NK പ്രേമചന്ദ്രന്റെ ലഞ്ച് വിവാദമാക്കിയെങ്കിൽ ഈ ചായ കൂടി വിശദീകരിക്കാതെയെങ്കിലും പോകാൻ കഴിയില്ല എന്നുള്ളത് അതൊരു ഗതികെട്ട സാഹചര്യമാണ് എന്ന് CPIM തിരിച്ചറിയുന്നുണ്ട്. ഈ അവസരത്തിൽ പഴയ ഒരു എപ്പിസോഡ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബന്ധുനിയമന വിവാദം, ആ ബന്ധുനിയമന വിവാദം നടന്ന സമയത്ത് 2016 അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇന്നലെ ഈ ജയരാജന്റെ പ്രതികരണം വന്നതിന് ശേഷം മാധ്യമങ്ങൾ പോയി ചോദിച്ചതുപോലെ അന്ന് 2016 ഒക്ടോബർ 9 ഇതുപോലെ മാധ്യമങ്ങൾ മൈക്കുമായി ചെന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്, പാർട്ടി ചർച്ച ചെയ്യും. ആ രീതിയിലുള്ള പ്രതികരണം ഇന്നലെ നമ്മൾ കണ്ടോ? ഇല്ല. ജാഗ്രത കുറവുണ്ടായി. അതെവിടെയാണ്? ദല്ലാളുമായി ഉള്ള സൗഹൃദം,
അതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അന്ന് നടപടി വന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പരാമർശമല്ല വിമർശനം നടത്തുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, EPA ഒറ്റിയാൽ ഒറ്റുന്നവർ വിവരം അറിയും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, അതിനുശേഷം നടപടിയിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഇത് ചർച്ചയ്ക്കെടുത്തു എന്ന് വരുത്തി അങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും പിണറായി വിജയൻ എല്ലാം അറിയാമെന്നതിൽ എനിക്ക് ഒരു ഞാൻ പറയാൻ പോയത് നേരത്തെ സുജയ പറഞ്ഞു EP അങ്ങ് പുറത്താക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് അണികൾ തെരുവിലിറങ്ങുന്നു. ഒരൊറ്റ മനുഷ്യനിറങ്ങില്ല. ഈ പാർട്ടി അങ്ങനത്തെ ഒരു പാർട്ടിയല്ല. ഈ BJP-യുമായി ചർച്ച നടത്തിയതിന് പുറത്താക്കപ്പെടുകയും അല്ലെങ്കിൽ നടപടി നേരിടുകയും ചെയ്ത ഒരു നേതാവിന് വേണ്ടിയിട്ട് ഒരു അണികളും ഇറങ്ങാൻ പോകുന്നില്ല, പാർട്ടി പ്രവർത്തകർ ഇറങ്ങില്ല. അത് അക്കാര്യം ഉറപ്പാണ്. ഞാൻ പ്രകടനം നടത്തുമെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് പോലും പണി കൊടുക്കാൻ EPക്ക് അറിയാം. അതായിക്കോട്ടെ, അത് ചെയ്യുമായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാനും അത്ര ചെറിയ ധൈര്യം പോരാ. കാരണം കണ്ണൂർ ജീവിക്കേണ്ടതാണ്, കേരളത്തിൽ ജീവിക്കേണ്ടതാണ്. അല്ല, അതുകൊണ്ടല്ല EP ജയരാജൻ അണികളില്ല എന്നോ EP ജയരാജന് ഒപ്പം പോകാൻ ആളില്ല എന്നുള്ള ഒരു അവകാശവാദവും തെറ്റാണ്. അതായത് EP ജയരാജൻ ആദ്യത്തെ യുവജന വിഭാഗത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. ഇല്ല, ഞാൻ ചോദിക്കുന്നത് BJP-യുമായി ചർച്ച നടത്തി, അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ പഴയ പാരമ്പര്യത്തെ കണ്ണൂർ ജില്ലയിലായിക്കൊള്ളട്ടെ, എറണാകുളം ജില്ലയിലായിക്കോട്ടെ, തൃശ്ശൂർ ജില്ലയിലായിക്കൊള്ളട്ടെ, പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ തിരുത്താൻ വേണ്ടി പാർട്ടി നിയോഗിച്ചിട്ടുള്ള ജില്ലാ സെക്രട്ടറി കൂടിയാണ്. വളരെ ജനകീയനായിട്ടുള്ള നേതാവാണ്. EP ജയരാജന് നല്ല അടിത്തറയുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, BJP-യുമായി ചർച്ച നടത്തി നടപടി നേരിട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ വളർച്ച, BJP-യിലേക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ പോകുമോ ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ ഒട്ടും സാധിക്കില്ല അത്. അതുകൊണ്ട് BJP-യിലേക്ക് പോയാൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക അനുമാന ചോദ്യത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ഉത്തരവുണ്ടായിട്ടുള്ളത്. പിന്നെ EP ജയരാജനെ പാർട്ടി കൈവിടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി EP ജയരാജനോട് CPM പ്രതികരിക്കുമെന്നും വിശ്വസിക്കുന്നില്ല. EP ജയരാജനെ തിരുത്താനുള്ള ഒരു ശ്രമം ഒരുപക്ഷെ പാർട്ടി നടത്തിയേക്കാമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ മറുപടി. EP ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗമായ പിണറായി വിജയൻ പറയുകയാണല്ലോ, പരസ്യമായിട്ട് പറയുകയാണല്ലോ. EP ജയരാജന് ഇനി ജാഗ്രത കുറവുണ്ടായിട്ടില്ല എന്നാണ് പാർട്ടി കമ്മിറ്റി വിലയിരുത്തുന്നെങ്കിൽ ജാഗ്രത കുറവുണ്ടായിട്ടുള്ള ആർക്കാണ്? പിണറായി വിജയനായി മാറി. അപ്പോൾ ജാഗ്രത അപ്പോൾ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതിനോട് യോജിക്കുകയും ചെയ്തു. ഇന്ന് സീതാറാം യെച്ചൂരി യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്തിട്ടുള്ളത്, പകരം എൻഡോഴ്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന ഘടകം എൻഡോഴ്സ് ചെയ്തു. ഇപ്പോൾ എം വി ഗോവിന്ദ പറഞ്ഞ അതൊരു മുന്നറിയിപ്പാണ്. ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയാണ് ബാക്കിയുള്ളത്. ആ കേന്ദ്ര കമ്മിറ്റിക്ക് മുകളിലാണല്ലോ, അഥവാ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ള ഘടകമാണല്ലോ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്. അപ്പോൾ പോളിറ്റ് ബ്യൂറോ തന്നെ പറഞ്ഞിരിക്കുന്നു, സീതാറാം യെച്ചൂരി തന്നെ അത് എൻഡോഴ്സ് ചെയ്ത തലത്തിലേക്ക്. അല്ല, കേന്ദ്ര കമ്മിറ്റിയാണ് ഏറ്റവും വലിയ സമിതി. ആ സമിതിയിൽ ചർച്ച ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ നടപടി വേണമോ വേണ്ടയോ അത് ജനറൽ സെക്രട്ടറിക്ക് മാത്രമായിട്ട് വിചാരിക്കാനും കഴിയില്ല. എന്തായാലും ജനറൽ സെക്രട്ടറി ഇന്ന് സൗണ്ട് ബൈറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഘടകം അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ സെക്കൻഡ്. അപ്പോൾ ആ നിലയിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഈ പ്രകാശ് ജാവ്ദേക്കറും മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച. ഇതാണ് വിഷയം. നമ്മൾ എത്ര സില്ലിയായിട്ടാണ് ഒരു കാര്യത്തെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണിത്. നമ്മളിപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യാം, ട്രെയിനിൽ യാത്ര ചെയ്യാം, പൊതു ഇടങ്ങളിൽ പലപ്പോഴും പല ചടങ്ങുകൾക്ക് പങ്കെടുക്കാം, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വിരുന്നുകൾക്ക് പങ്കെടുക്കാം. അവിടെ പിണറായി വിജയൻ കോട്ട് ചെയ്തിട്ടുള്ള രണ്ട് വാചകം എന്താണ്? നിങ്ങളിവിടെ പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലേ, പരമാവധി ശ്രമിച്ചോളൂ, പക്ഷേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് സുജിയും അരുണും കൂടെ ചേർന്നിട്ട് പിണറായി വിജയൻ എവിടെയാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാണെങ്കിൽ പിണറായി വിജയൻ സ്വമേധയാ ആ നിലയിലുള്ള ഒരു പരാമർശം നടത്തില്ലല്ലോ. നോക്കൂ, ഇവിടെ EP ജയരാജനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബാധ്യത പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണ്. അതായത് EP ജയരാജൻ BJP-യുമായിട്ട് ചർച്ച നടത്തുകയല്ല ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിലല്ല പാർട്ടി ഈ വിഷയം പരിശോധിക്കുന്നത്. പകരം അദ്ദേഹത്തിൻ്റെ ഇതിന് സാക്ഷിയാകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ ചീത്തപ്പേരുള്ള ആൾക്ക് അതിൽ സാക്ഷിയാകേണ്ടി വന്നു സാക്ഷിയാകുന്നില്ല എന്ന് കരുതുക. ഇപ്പൊ ദല്ലാൽ നന്ദകുമാർ ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷിയാകുന്നില്ലെങ്കിൽ EP ജയരാജൻ ചെയ്തത് ശരിയാണെന്ന് ഇല്ല. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ദല്ലാൽ നന്ദകുമാർ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ്. അത് വളരെ കൃത്യമാണല്ലോ. അതായത്
ഒരു എതിർ പാർട്ടിക്കാരനായാലും ഒരാൾ ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞതിനെ പൂർണ്ണമായും മുഖവിലക്കെടുക്കുന്നു. അതായത് പ്രകാശ് ജാവ്ദേക്കർ തൻ്റെ വീട്ടിലേക്ക് വന്നു, ഞാൻ വേറൊരു പരിപാടിക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു, അപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ രാഷ്ട്രീയം സംസാരിക്കാൻ ഒരുങ്ങി, അപ്പോൾ രാഷ്ട്രീയം ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി, അപ്പോൾ അവരോട് നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മകനോട് ചായ എടുക്കാൻ പറയുന്നു. വേണ്ട ഞങ്ങളും ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അവരിറങ്ങി. ഇത് പ്രഥമ ദൃഷ്ട്യാ CPM അല്ലെങ്കിൽ പിണറായി വിജയൻ വിശ്വാസത്തിലെടുക്കുന്നു. എന്നിട്ട് പറയാണ് പക്ഷേ അവിടെ ഒരു ജാഗ്രത കുറവുണ്ടായത് എവിടെയാണ്? ജാഗ്രത കുറവുണ്ടായത് ഈ സമൂഹത്തിൻ്റെ അല്ലേ, നമ്മുടെ കയ്യിലുണ്ടല്ലോ അത്, അല്ലേ? അപ്പോൾ ആ സമൂഹത്തിൽ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരാളുമായിട്ട് സൗഹൃദം പുലർത്തി. ഒരു മിനിറ്റ്, അതിനാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ അവിടെ പ്രധാനമാണ്. ഒരൊറ്റ മിനിറ്റ്. മുഖ്യമന്ത്രിയും ജാവ്ദേക്കറും തമ്മിലുള്ള സംസാരം എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നീക്കങ്ങളുമായി പോവുകയല്ലേ, അയക്കോ, വരട്ടെ, കാണാം. അപ്പോൾ അത് എന്ത് നീക്കമാണ്? ഒന്നുകിൽ ഈ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വരുന്നതിനെ കുറിച്ചാകാം, അതല്ലെങ്കിൽ ഈ നീക്കം അറിഞ്ഞിട്ടാണോ? ഈ നീക്കം അറിഞ്ഞിട്ടാണോ? അല്ല, ഞാൻ എവിടെ കണ്ടു? ദേഷ്യം ഉണ്ടെങ്കിൽ കുത്തിക്കൊല്ല്. നോക്കി ഇത്രയല്ലാതെ ആ പറയുന്ന പരാമർശത്തിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഇതാ ഇ പി ജയരാജൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയതിൽ യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ല. ഞാനും പല ഘട്ടങ്ങളിൽ ഇത്തരം ആളുകളെ പൊതുവേദിയിൽ വെച്ച് കാണാറുണ്ട്. അവരോട് ഇതേ ജാവ്ദേക്കറോട് ഒരിക്കൽ കണ്ടപ്പോ ഞാൻ ഈ പരാമർശമാണ് പറഞ്ഞതുപോലെ എവിടെയോ രഹസ്യമായി, അല്ലെങ്കിൽ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ എവിടെന്നോ രഹസ്യമായി കണ്ടു. അല്ല, രഹസ്യമല്ല, എവിടെന്നാണ് കണ്ട അങ്ങനെ ഒരു വാർത്ത കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ആ സംശയം പോലും ഇല്ല. ഞാൻ അങ്ങനെ പിണറായി വിജയൻ അങ്ങനെ കാണുമെന്നും കരുതുന്നില്ല. ഞാൻ പറയുന്നത് ഈ വാചകത്തിന്റെ അർത്ഥം എന്താണ്? ഈ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വരുന്നതിനെ കുറിച്ചാണ്, അതോ EP-യുമായി നടത്തിയ ചർച്ച അറിഞ്ഞ ശേഷമുള്ള പ്രതികരണമാണോ? ഒറ്റ കാര്യം കൂടെ, നിങ്ങൾക്ക് ഇതിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഈ ദല്ലാളുമായുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനാണ് MP നികേഷ് കുമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് പ്രതിപക്ഷത്തെ ഒരു നേതാവ് പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന ഔദ്യോഗികമായ ഒരു വിരുന്ന്, ഉച്ചഭക്ഷണത്തിന് എല്ലാ MP-മാരെയും കൂടെ വരിക്കുന്നു. ക്യാൻറ്റീനിൽ ഇരുന്ന് ഊണ് കഴിച്ചതിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം വരെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ഇതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതേ പോണു BJP-യിലേക്ക്. അനുവദിക്കണം. ഒന്ന് നേരത്തെ പറഞ്ഞ ഈ നന്ദകുമാർ ആരാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ? എതിരാളിയാണ്. ഏത് തരത്തിലാണ്? SNC ലാവലിൻ വിഷയത്തില് പിണറായി വിജയനെ കുടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഇടനിലക്കാരൻ, VS അച്യുതാനന്ദന്റെ ക്യാമ്പിൽ നിന്നുകൊണ്ട് തനിക്കെതിരെ കള്ളക്കേസ് കെട്ടിച്ചമക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾ. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് പിണറായി വിജയൻ പറയുന്നത് സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് തൻ്റെ അനുഭവമാണ്. കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതാണ് എന്ന് പറയുന്നത് പിണറായി വിജയൻ. ഒന്ന്, അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഡാർക്ക് ഷെയ്ഡിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ഇ പി ജയരാജൻ തുടർച്ചയായി വിവാദങ്ങളിൽ ഏർപ്പെടുന്നത് ഇത്തരം തെറ്റായ കൂട്ടുകെട്ടുകളാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കാൻ. രണ്ടാമത്തെ കാര്യം കേൾക്കൂ. എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ആ വിരുന്നിൽ പങ്കെടുത്തത് ഇതിനേക്കാൾ ലഘുവായ കുറ്റായിട്ടാണ് സ്മൃതി പരുത്തിക്കാട് വിലയിരുത്തുന്നത്. നോക്കൂ, പ്രധാനമന്ത്രി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പല തരത്തിലുള്ള ഫോട്ടോ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കിയിരുന്നു. അതിലൊന്നായിരുന്നു ഈ പറയുന്ന MP-മാരുമായിട്ടുള്ള ലഞ്ച്. ഞാൻ എന്തോ വലിയ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള AB വാജ്പേയി നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ രാജ്ധർമ്മം പാലിക്കണമെന്നുള്ളതാണ്. ആ നിലയിൽ രാജ്ധർമ്മവും ഒക്കെ പാലിക്കുന്ന വളരെ ഡിപ്ലോമാറ്റായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് താൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരുക്കിയ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയിൽ എൻ കെ പ്രേമചന്ദ്രൻ വീട് കൊടുത്തു. എൻ കെ പ്രേമചന്ദ്രൻ ആദ്യം സൗണ്ട് ബൈറ്റിൽ പറയുന്നത് എന്താണ്? അവിടെ പാർലമെൻറ്റിൽ മികവ് പുലർത്തിയിട്ടുള്ള MP-മാരെയാണ് പ്രധാനമന്ത്രി ലഞ്ചിന് വിളിച്ചതെന്ന്. പെട്ടെന്ന് അദ്ദേഹം അതിൽ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്തു. കാരണം എന്താ, ഈ പറയുന്ന ലഞ്ചിന് വിളിച്ച MP-മാരൊക്കെ തന്നെയും BJP-യിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അവരെല്ലാം തന്നെയും BJP-യോട് ചാഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക്, അങ്ങനെ ഒരു രാഷ്ട്രീയ അവസരം നരേന്ദ്രമോദിക്ക് ഒരുക്കി കൊടുക്കാൻ പ്രേമചന്ദ്രൻ ഒരുപക്ഷെ അറിവില്ലാതെ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. ആ നിലയിൽ വഴങ്ങിക്കൊടുത്തത് തെറ്റു തന്നെയാണ്. ഔദ്യോഗികമായി ഭക്ഷണത്തിന് വിളിച്ചിട്ട് കഴിക്കാൻ പോയ ഒരു MP-യെ കുറിച്ചും വീട്ടിലേക്ക് ടാക്സിയിൽ വന്ന് ചർച്ച നടത്തിയ പാർട്ടിയുടെ ചുമതലയുള്ള എന്തിനാണ് അങ്ങനെ ചർച്ച നടത്തി? അല്ല, എങ്ങനെയാണ് താരതമ്യമില്ല. വീട്ടിലേക്ക് വരുന്ന ഒരാളെ എനിക്ക് പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ EP എന്ന് പറയേണ്ടിരുന്നു, ദാ
എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയണമായിരുന്നു. പറയണമായിരുന്നു. എന്ത് സംസാരിച്ചു? അതാണ് രാഷ്ട്രീയ സത്യസന്ധത. സംസാരിച്ചതിന് അതാണ് വെറുതാക്കിയുണ്ട്. രാഷ്ട്രീയ സത്യസന്ധത. അതാണ് രാഷ്ട്രീയ സത്യസന്ധത. അത് ചെയ്തിട്ടില്ല. നിക്ക്, എപ്പോഴാണ് വരുന്ന്. പുറത്ത് അതാ വന്നപ്പോൾ- കേക്ക്. പുറത്ത് വന്നപ്പോൾ നിങ്ങളൊക്കെ പോയി ഒരു കയറെടുത്ത് ആത്മഹത്യ ചെയ്യും. നോക്ക്, നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പണി അതാണ്. അതായത് നോക്ക്, ഇത്രേ ഉള്ളൂ. നോക്ക്, ഇ പി ജയരാജൻ നിക്ക് ഒറ്റ മിനിറ്റ്. എന്നോടാണല്ലോ ചോദിച്ചത്. ഇ പി ജയരാജൻ പറയുന്നു, ഞാൻ എന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരാൾ നടന്നു വരുന്നു, അത് ജാവ്ദേക്കർ ആണല്ലോ എന്ന് എനിക്ക് തോന്നി. അതെ, ജാവ്ദേക്കർ തന്നെ. അദ്ദേഹം വരുമ്പോൾ എനിക്ക് അയാൾ വീട്ടിലേക്ക് കയറണ്ട എന്ന് പറയാൻ കഴിയുമോ? സന്തോഷ് പണ്ഡിറ്റ് എഴുതി ഇതിനേക്കാൾ നല്ല തിരക്കഥ. സന്തോഷ് അങ്ങനെയാണെങ്കിൽ അരുൺ, അതും മകന്റെ പിറന്നാളിന് ഇതൊന്നും അറിയാത്ത പ്രകാശ് ജാവ്ദേക്കർ ഡൽഹിയിൽ നിന്ന് നേരെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രകാശ് ജാവ്ദേക്കർ പറയണം. കേൾക്കണം സാർ, പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് എത്തുന്നു, എന്നിട്ട് ഗൂഗിളിൽ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോട് ചോദിക്കുന്നു, ഈ ഇ പി ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിന്റെ അഡ്രസ്സും മേൽവിലാസവും കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അറിയിക്കാതെ കേൾക്കാൻ ബുദ്ധിമുട്ടാവും. അതാണ്, അതുകൊണ്ടാണ് കേൾക്കാത്തത്. നോക്കൂ, പ്രകാശ് ജാവ്ദേക്കറും നന്ദകുമാറും ഇ പി ജയരാജനും ഉള്ള കൂടിക്കാഴ്ച. ഇ പി ജയരാജൻ അതിന്റെ മിനിറ്റ് സ്ക്രിപ്റ്റ് പറയുന്നു. പ്രകാശ് ജാവ്ദേക്കർ അങ്ങനെ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു അങ്ങനെയല്ല സംഭവിച്ചത്, നന്ദകുമാർ പറഞ്ഞു അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ അവർ മൂന്നുപേരും അല്ലെങ്കിൽ അവർ രണ്ടുപേരും എന്താണോ ഇ പി ജയരാജൻ പറയുന്നത് അത് എൻഡോഴ്സ് ചെയ്തു എന്ന് പറയാനുള്ള തെളിവേ എന്റെ മുന്നിലുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ആ കഥ പോരാ, നിങ്ങൾക്ക് അർമാദിക്കാൻ ആ കഥ പോരാ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റിനെ മറച്ചു വെക്കാൻ ഒന്നുമില്ലായിരുന്നെങ്കിൽ ഇ പി ജയരാജൻ ഈ വിവരം കേരളത്തോട് പറയണ്ടേ? പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇ പി ജയരാജൻ ഇന്നലെ പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും. സാധാരണഗതിയിൽ ഉണ്ടാകും. ഒച്ചയും ബഹളമൊന്നും വേണ്ട. ഇത്രേ ഉള്ളൂ. അതായത് ഇ പി ജയരാജൻ രാഷ്ട്രീയം പറയാനാണ് എത്തിയതെന്ന് ഇ പി ജയരാജൻ ഇന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പറയണമായിരുന്നു കേരളത്തോട്. നല്ല റെട്രിക്കാണ് അരുൺ പറഞ്ഞത്, നല്ല റെട്രിക്കാണ്. അതിന് അപ്ലോസ് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് സ്വീകരിച്ചോളൂ. എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾ ആ നിലയിലുള്ള റെട്രിക്ക് കൊടുത്തോളൂ. എന്റെ പറച്ചിൽ ഇത്രേ ഉള്ളൂ. ഇ പി ജയരാജൻ പറയുന്നു, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു, ജാവ്ദേക്കർ വരുന്നു, ജാവ്ദേക്കർ വരുമ്പോൾ ജാവ്ദേക്കർ ആണെന്ന് തിരിച്ചറിയുന്നു, എന്താ വന്നതെന്ന് ചോദിക്കുന്നു, രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ രാഷ്ട്രീയം സംസാരിക്കേണ്ട എന്ന് പറയുന്നു, ഞാൻ പുറത്തൊരു പരിപാടി പങ്കെടുക്കാൻ പോവുകയാണ്, നിങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നു, അല്ല ഞങ്ങളും ചായ കുടിച്ച് ഇറങ്ങാൻ പോവാണ്. ഇതാണ് ഇ പി ജയരാജൻ പറയുന്നത്. വിശ്വസിക്കാതിരിക്കാം. എന്നാലും ആ യോഗത്തില് അല്ലെങ്കിൽ ആ അവിടെ ഉണ്ടായിരുന്നവര് നന്ദകുമാർ ആയിക്കൊള്ളട്ടെ, അതുപോലെ പ്രകാശ് ജാവ്ദേക്കർ ആയിക്കൊള്ളട്ടെ, അതല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അതാണ് നമ്മുടെ മുന്നിലുള്ള സ്ക്രിപ്റ്റ്. എനിക്കൊരു ഒറ്റ ചോദ്യമേ അങ്ങനെയുള്ളൂ. എന്താണ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനോട് സംസാരിക്കാൻ ശ്രമിച്ചത്? രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ എന്നോട് രാഷ്ട്രീയം സംസാരിക്കാൻ എന്റെ ഫ്ളാറ്റിൽ വന്നു എന്ന് ഇ പി ജയരാജൻ പറയേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? ഇ പി ജയരാജൻ ഇന്നലെ വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്ന ദിവസം വെളിപ്പെടുത്താത്തത്? എന്ത് കാര്യം? ഒരു നിമിഷം, ചോദ്യം ചോദിച്ചിട്ട് അവിടെ നിർത്തണേ. ചോദിച്ചല്ലോ, അവിടെ പ്രകാശ് ജാവ്ദേക്കർ രാഷ്ട്രീയം പറയാൻ വന്നതുകൊണ്ട്. കേട്ടോ, മതിയോ? സാധാരണ രാഷ്ട്രീയം എന്നല്ലേ പറഞ്ഞത്? അതെ, രാഷ്ട്രീയം. രണ്ട് രാഷ്ട്രീയക്കാർ കണ്ടാൽ ഇപ്പൊ നമ്മളിപ്പോ ട്രെയിനിലൊക്കെ പോകുന്നവരാണ്, മറ്റേ ഈ പറയുന്ന വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ലഘൂകരിക്കലല്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം? എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ പ്രശ്നം? നിങ്ങൾക്ക് ഈ മാർക്സിസ്റ്റ് നേതാക്കളെ കൊല്ലാൻ വേണ്ടി രണ്ടുപേർക്കും ഞാനൊരു AK-47 മേടിച്ചു തരാം. നിങ്ങൾ കൊല്ല്. കേൾക്കൂ.
കേൾക്കൂ എന്റെ മറുപടി പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ സാർ, ഒറ്റ ഇരിക്കല്ലേ അത് കാര്യം. വളരെ ഫ്രഷ്. വിരസമുണ്ടാക്കും ആളുകൾക്ക്. വിരസം അതായത് ഉത്തരവില്ല. നോക്ക് ഇത്രയേ ഉള്ളൂ. ക്ലിയർ ക്ലിയർ ഇത്രയോ ഞാനൊന്ന് പറഞ്ഞോട്ടെ സുജ, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നു, അയാളുമായിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള സംഭാഷണം കഴിഞ്ഞിട്ട് പോകുന്നു. അതേസമയം എന്തുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത്? Casual-ഓ? കേക്കു സാറേ, ഇന്നലെ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന ചോദ്യമാണല്ലോ ഡോക്ടർ അരുൺ ഉന്നയിച്ചത്. ഇന്നലെ പറഞ്ഞതിൻ്റെ കാരണം അതിൻ്റെ തലേ ദിവസം ശോഭാ സുരേന്ദ്രനും അതിനു മുമ്പ് ഈ നന്ദകുമാറും ഈ നിലയിൽ താനുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് വിശദീകരിച്ചു. അതെ. അതിന് മറുപടിയായിട്ട് ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അത് നോക്കൂ, എന്നെ കാണാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രഭാരി വന്നിരുന്നു എന്നോ അല്ലെങ്കിൽ അത് ആ നിലയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഞാൻ കണ്ടിരുന്നു എങ്കിലല്ലേ എനിക്ക് അന്നത് പറയേണ്ട കാര്യമുള്ളൂ. ശരി. മാത്രമല്ല AP ജയരാജൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ പിടിക്കാൻ ഈ പ്രകാശ് ജാവ്ദേക്കർ വന്നാൽ മതിയോ? അത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രകാശ് ജാവ്ദേക്കർ, ഈ പ്രകാശ് ജാവ്ദേക്കർക്ക് ആരാണ്? കേക്ക്, ഞാൻ ഡൽഹിയിൽ BJP ബീറ്റ് ചെയ്യുന്ന കാലഘട്ടത്തില് പ്രകാശ് ജാവ്ദേക്കർ ഒരു വക്താവാണ്. ആ വക്താവായിട്ടുള്ള ആള് പിന്നീട് പടികൾ ചവിട്ടിക്കറി നരേന്ദ്രമോദി ഒരു ദിവസം എടുത്തിട്ട് ക്യാബിനറ്റിൽ നിന്ന് കളഞ്ഞു. ഈ പ്രകാശ് ജാവ്ദേക്കർ മതിയോ CPM-ന്റെ ഏറ്റവും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി നേതാക്കളിൽ ഒരാളായിട്ടുള്ള EP ജയരാജനെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ? അതിന് ആ നിലവാരേ ഉള്ളൂ, അതിന് ആ വിലയെ കൊടുത്തിട്ടുള്ളൂ. MP നികേഷ് കുമാർ, എനിക്ക് ഒരു ലളിതമായ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഇടവേള കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്: ഈ പ്രകാശ് ജാവ്ദേക്കർ വരുന്നു, രാഷ്ട്രീയം സംസാരിക്കുന്നു, രാഷ്ട്രീയം താല്പര്യമില്ല എന്ന് പറയുന്നു, മടങ്ങിപ്പോകുന്നു. ഈ വിഷയം ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും പറഞ്ഞില്ലായിരുന്നെങ്കിൽ കേരളം അറിയുമായിരുന്നു? വേണ്ട, അറിയേണ്ട കാര്യമില്ലല്ലോ. ആരുമില്ലേ? ഇല്ല. നോക്ക്, അതാ ഞാൻ പറഞ്ഞത്. എത്ര നേതാക്കൾ അറിയേണ്ട കാര്യമില്ല. അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യമില്ല. രാഷ്ട്രീയ പ്രാധാന്യം ഒരു പക്ഷേ EP-ക്കെതിരെ നടപടി ഉണ്ടാകും. അത് BJP-യുമായി ചർച്ച നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് ദിവസം ആ രൂപത്തിൽ സംസാരിച്ചു എന്നതിനുമാണ് ആ നടപടി എങ്കിൽ ഈ നിലപാടിൽ തന്നെ നിൽക്കണേ. പിന്നെ ഞാൻ ഏത് നിലപാടിൽ നിൽക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. പ്രതിപക്ഷക്കാരുടെ ഉപദേശമൊന്നും എനിക്ക് അക്കാര്യത്തിൽ വേണ്ട. ഇനി BJP-യുമായിട്ട് ചർച്ച നടത്തി എന്ന് CPM-ന് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല. EP ജയരാജൻ പറയുന്നു ഇതാണ് സ്ക്രിപ്റ്റ് എന്ന്. അതിന് ദല്ലാൽ വിയോജിപ്പില്ല, ജാവ്ദേക്കറിനും വിയോജിപ്പില്ല, നമുക്കാണ് വിയോജിപ്പ്. നമ്മൾ പറയാം EP ജയരാജൻ പറയുന്ന മുഴുവൻ മാറ്റോളാം. എന്നിട്ട് ഞാൻ പറയുന്ന കഥ സ്വീകരിക്കുക. EP ജയരാജൻ വെണ്ണലയിൽ വന്നിട്ട് നന്ദകുമാറിന്റെ അമ്മയ്ക്ക് ഷാൾ അണിയിച്ചതിന് ശേഷം ഏതോ ഒരു മുരളിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഒരു അമ്മയ്ക്ക് ഷാൾ അണിയിച്ചു എന്ന് തിരക്കഥ അങ്ങ് വിശ്വസിച്ചല്ലോ. എന്താ സംശയക്കാരത്തിൽ നോക്ക്, ഞാൻ ചോദിക്കട്ടെ, ഇത്രേ ഉള്ളൂ. അത് ആ കാര്യം ഞാൻ പറയാം. നോക്ക്, തൃക്കാക്കര നിയമസഭ നിരാമയുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിച്ചല്ലോ. നിരാമയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിച്ചല്ലോ. നിരാമയായിട്ട് അല്ലെങ്കിൽ എന്ത് ബന്ധമുള്ളത്? അദ്ദേഹമല്ലേ നിരാമയിൽ വേദകം എന്ന് പറയുന്ന കമ്പനി നടത്തിക്കാൻ നിരാമയ അത് ഏറ്റെടുക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ഇതൊക്കെ എത്ര കാലമായി വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആരോട് ഇതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത്? നോക്കൂ, വൈദേകം എന്ന് പറയുന്ന റിസോർട്ടില് EP ജയരാജന്റെ ഭാര്യയ്ക്ക് അതിനകത്ത് അവര് റിട്ടയർ ചെയ്ത് കിട്ടിയ സമയത്തുള്ള പണം ഉപയോഗിച്ച് ഷെയർ ഉണ്ട്. ആ ഷെയർ അതിനകത്ത് നിലനിൽക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കുടുംബമൊക്കെ ഏത് അവസ്ഥയിലെത്തും? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഈ പറയുന്ന റിട്ടയർ ചെയ്തതല്ല ആ ഫണ്ട് എന്ന് കണ്ടെത്തുക. ROC പോയി നോക്കിയാൽ എത്ര ഫണ്ട് ഇട്ടിട്ടുണ്ട്, എത്രയാണ് ഇവരുടെ ഓഹരി എന്നൊക്കെ കൃത്യമായി കണക്കാക്കാൻ പറ്റും. ഇങ്ങനെ പരിഹാസം ഉപജീവനമാക്കല്ലേ. നോക്കൂ, നിങ്ങൾ ആ നിലയിൽ നോക്കൂ, നിങ്ങൾ അതിനകത്ത് പോയി അതിന് മറുപടി വേണ്ട. അടുത്ത പ്രേമേന്ദ്രനെ കൊണ്ടുപോവാ. ഈ പറയുന്ന ഇതൊന്ന് പൂർത്തിയാക്കട്ടെ സാറേ, ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ചോദിച്ച ചോദ്യമല്ലേ, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം. നോക്കൂ, വൈദേകം റിസോർട്ടിൽ, ആയുർവേദ റിസോർട്ടിൽ EP ജയരാജന്റെ ഭാര്യ അവർ റിട്ടയർ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള പണമല്ല ഇട്ടിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആ പറയുന്ന പണത്തെക്കാൾ കൂടുതൽ പണം ഈ വൈദേകം റിസോർട്ടിൽ ഇട്ടിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ കണ്ടെത്ത്.
എന്നിട്ട് പറയൂ. അതല്ലാതെ നമ്മൾ പരിഹാസം ഉപജീവനവും തൊഴിലുമാക്കാതെ വേണ്ടേ എന്നായിരുന്നു ചോദ്യം. സുജി എന്തോ കൂട്ടിച്ചേർക്കാമെന്ന്. അതെ, ഇന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ ആർജവത്തോടെ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ഇ പി ജയരാജനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ. അവർക്കായിട്ട് ഒരു കാര്യം കൂടി പറയാം. പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനെ മാത്രമല്ല കണ്ടിട്ടുള്ളത്, കേരളത്തിലെ കോൺഗ്രസ് എംപിമാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ഇത് തന്നെ BJP അല്ല, പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയാണ്. അപ്പോൾ ആവശ്യമായ തന്ത്രങ്ങളും നയങ്ങളും ഒക്കെ രൂപീകരിക്കേണ്ട കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇ പി ജയരാജനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇ പി ജയരാജൻ മാത്രമാണ് തെറ്റുകാരൻ, ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ കുറെ നേരം എല്ലാവരും ചർച്ച ചെയ്താണല്ലോ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ, കോൺഗ്രസ് എംപിമാരെ, അതുകൊണ്ടാണ് നേരത്തെ കെ സുരേന്ദ്രൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കൂടുതൽ നേതാക്കൾ ജൂൺ 4-ന് ശേഷം ആ പട്ടിക എടുക്കാം, പട്ടിക നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഈ വാഗ്വാദത്തിലൊന്നുമില്ല. പിന്നെ ഒറ്റ തിരിഞ്ഞിങ്ങനെ സാറിനെ ആക്രമിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. കോൺഗ്രസിന്റെ എംപിമാരുമായി പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് പ്രകാശ് ജാവദേക്കർ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആരും ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടില്ല. അതുകൊണ്ടൊന്ന് കൂട്ടിച്ചേർത്തതാണ് പ്രേക്ഷകരുടെ അറിവിലേക്കായി. പ്രകാശ് ജാവദേക്കർ, അതായത് ഇ പി ജയരാജനുമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതായും ഇ പി ജയരാജൻ ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞെന്നൊന്നും പ്രകാശ് ജാവദേക്കർ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇ പി എ മാത്രമല്ല കോൺഗ്രസിന്റെ എംപിമാരെയും പ്രകാശ് ജാവദേക്കർ കണ്ടിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ സൂറത്തിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. സൂറത്തിലെ നികേഷ് എന്താണ് നിലീഷ് അപ്പോൾ നിലീഷ് കുമാരി നോക്കൂ. ഈ നിലീഷ് കുമാരി എന്ന് പറയുന്ന ആള് ഇപ്പം BJP-യിലേക്ക് ചേരാൻ പോവാണ് അല്ലേ? അങ്ങനെയാണല്ലോ വാർത്ത. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അദ്ദേഹത്തെ നിർദ്ദേശിച്ചവരും പിന്താങ്ങിയവരും അവരുടെ ഒപ്പല്ല എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടി പാർട്ടി നടപടി എടുത്തു. ഇതാണ് പാർട്ടി നടപടിയൊന്നും എടുത്തിട്ടില്ല. കോൺഗ്രസ്സുകാരെന്തോ വിളിച്ചു, ഇയാൾ എടുത്തില്ല എന്നൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് നടപടിയൊന്നും എടുത്തിട്ടില്ല. നോക്കൂ, ഇയാൾ BJP പോവാണ്. ഇയാളെ BJP അല്ല, സ്വന്തം അമ്മ വിശ്വസിക്കുമോ? BJP-യിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക, സ്വന്തം അമ്മ 111ഓളം കോൺഗ്രസിൽ നിന്ന് മറികടം ചാടിയ എംപിമാരും MLA-മാരും ഉണ്ട്. അതല്ല അവിടെ കേട്ടെ. പഴയ കോൺഗ്രസ് ഏതാ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കോൺഗ്രസിന്റെ അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, BJP-യുടെ ലിസ്റ്റിൽ 114 പേരുണ്ട്. അപ്പൊ ഇതാണ് ഈ കൂറുമാറ്റത്തിന്റെ കണക്ക്. ഇതേ ഗുജറാത്തിൽ തന്നെ നേരത്തെ ഒരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അയാൾ പറയുന്നു എൻ്റെ അച്ഛന് സുഖമില്ല എന്ന് പറയുന്നു, ഞാൻ അതുകൊണ്ട് സ്ഥാനാർത്ഥിയാകുന്നില്ല എന്ന് പറയുന്നു. വേറെ ആളെ കണ്ടുപിടിക്കേണ്ടി വരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ആളുടെ വരുന്നത് അയാളെ BJP വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം അമ്മ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല ഇവരുടെ ഈ പറയുന്ന ആയാറാം ഗയാറാം രാഷ്ട്രീയക്കാരെ. അതുകൊണ്ട് ഇതിലൊന്നും യാതൊരു കാര്യമില്ല. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കൊന്നും യാതൊരു സ്കോപ്പും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ലോജിക്കും ഇല്ലാത്ത ഓഫേഴ്സാണ് നമ്മുടെ മുമ്പിൽ ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും വരച്ച് കാട്ടിയിരിക്കുന്നത്. ഒരു ലോജിക്കും ഇല്ലാത്ത. അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഡിസ്കഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ 2 ഓഫറുകളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും അല്ല കാര്യം. അതുകൊണ്ട് ഞാൻ ഇ പി ജയരാജനെ പൂർണ്ണമായും വിശ്വസിക്കും. ഇ പി ജയരാജൻ ഈ നിലയിൽ അതൃപ്തനാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫീഡിങ്ങിൽ, അതായത് ജാവ്ദേക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ടി സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇ പി ജയരാജൻ അവിടെ അതൃപ്തനാണ്, പാർട്ടി കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കുന്നില്ല, നിങ്ങളൊന്ന് പോയി കണ്ടാൽ ചിലപ്പോൾ നടക്കുമെന്ന്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അതിന് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒന്നും സ്ക്രിപ്റ്റ് ആവശ്യമില്ല. ജാവ്ദേക്കറെ സംബന്ധിച്ചിടത്തോളം ജാവ്ദേക്കറിന് പ്രശ്നമുണ്ട്. ജാവ്ദേക്കർ മന്ത്രിസ്ഥാനത്ത് നിന്ന് ജാവ്ദേക്കറെ നീക്കിയാണ്. ജാവ്ദേക്കറിനോട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ജീവിതകാലം മുഴുവൻ മന്ത്രിയായി തുടരാനൊന്നും പറ്റില്ല, ഇനി നിങ്ങൾ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് കാണിക്കൂ. അങ്ങനെ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് കാണിക്കാൻ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൂടി ജാവ്ദേക്കറിന് കൊടുത്തിട്ടുണ്ട്. ആ ചലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ജാവ്ദേക്കറിനെ സംബന്ധിച്ചിടത്തോളം ജാവ്ദേക്കറിന് റിസൾട്ട് ഉണ്ടാക്കിയേ തീരൂ. അതുകൊണ്ട് ജാവ്ദേക്കർ ആരോ പറയുന്നത് കേട്ടിട്ട് ഇ പി ജയരാജൻ്റെ വീട്ടിൽ ഓടിക്കേറി. ആ ഓടിക്കേറിയതിന് രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന് ഇ പി ജയരാജൻ വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പാളിച്ച പറ്റിയെന്ന് പറഞ്ഞാൽ അത് പോളിംഗ് ഡേയിൽ പറഞ്ഞു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ജാഗ്രത കുറവ് ഉണ്ട് എന്ന് പിണറായി വിജയൻ പറയുന്നത്. നന്ദകുമാറിന്റെ പ്രസൻസ് എങ്ങനെയാണ് ന്യായീകരിക്കുക? അല്ല, നന്ദകുമാറിൻ്റെ പ്രസൻസ് ന്യായീകരിക്കാൻ കഴിയില്ല, ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. നന്ദകുമാറിനെ പോലെ ഒരു രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാൾ, ഇത്തരത്തിൽ ഇടനില നിൽക്കുന്ന ഒരാൾ ഇത്തരം കൂടിക്കാഴ്ചയുടെ മധ്യത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിനെ ന്യായീകരിക്കുക. അല്ല, അവിടെയാണ് ഈ കള്ളം പറഞ്ഞു സ്ക്രിപ്റ്റ് വരുന്നത്. ദല്ലാൽ നന്ദകുമാറിന്റെ പ്രസൻസിനെ എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുന്നത്? തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ദല്ലാൽ നന്ദകുമാറിനോട് കൂടി സ്വാഭാവികമായിട്ടും ഇ പി ജയരാജൻ ചേർന്ന് നിന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ആരൊക്കെയോ കൊണ്ടുവരാമെന്ന് പറയുന്നു, അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു. ആ ചേർന്ന് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇ പി ജയരാജനോട് ബന്ധമുണ്ട്. പലയിടങ്ങളിലുണ്ടെന്നേ ദല്ലാൽ നന്ദകുമാറിൻ്റെ റോള്. ആ പലയിടങ്ങളിലെ റോളാണ് യഥാർത്ഥത്തിൽ
പിണറായി വിജയൻ തള്ളി പറഞ്ഞു. ശരി, ഇ.പിയുടെ എല്ലാ കാലത്തെയും നിഷ്കളങ്കതയുടെ കൂട്ടത്തിൽ ഇതും ഒരു നിഷ്കളങ്ക നടപടിയായി കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് നമുക്ക് നോക്കാം. അല്ല, പാർട്ടി എങ്ങനെയാണോ നിഷ്കളങ്കത എന്നൊന്നും പറഞ്ഞു നമ്മളെ കളിയാക്കി പറയേണ്ട സ്മൃതി. കളിയാക്കല്ല, അതായത് ഇപ്പൊ നിഷ്കളങ്കത പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന നിഷ്കളങ്കമായി എല്ലാ കൂടിക്കാഴ്ചകളും പറയുന്ന എല്ലാ പ്രതികരണങ്ങളും എനിക്കൊക്കെ ഇല്ല. വളരെ കുഞ്ഞുനാളിൽ അറിയുന്ന ആളാണ് ഇ പി ജയരാജൻ. വളരെ കുഞ്ഞുനാളിൽ അറിയുന്ന ആളാണ് ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ ഇന്ന് ആരാണെന്ന് പറയാം. നിങ്ങളൊക്കെ പലതരത്തിൽ ഇ പി ജയരാജനെ ബോണ്ടെന്നും അഴിമതിയെന്നും ഒക്കെ പറഞ്ഞു വെക്കുന്നു. ഇ പി ജയരാജൻ്റെയൊക്കെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ടെന്നേ. ഇവരൊക്കെ സാധാരണക്കാരെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഈ വി എസ് അച്യുതാനന്ദൻ 1980കളുടെ അവസാനം, എനിക്കിപ്പോഴും ആ പത്രവാർത്ത ഓർമ്മയുണ്ട്. ഇ പി ജയരാജനൊരു വീട് വെച്ചപ്പോൾ വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി അവിടെ വന്ന സമയത്ത് കണ്ണൂരിൽ പത്രക്കാർ ചോദിക്കുകയാണ്, ഇ പി ജയരാജൻ വലിയൊരു വീട് വെച്ചല്ലോ, ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ ഈ വീടൊക്കെ വേണം എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചിട്ടുള്ള ആളാണ് വി എസ് അച്യുതാനന്ദൻ അന്നത്തെ കാലഘട്ടത്തിൽ. ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും ആര് താമസിക്കുന്നത്, ഇ പി ജയരാജൻ താമസിക്കുന്നത്. ഇവർക്കൊന്നും വലിയ നിലയിൽ ഒരു സമ്പാദ്യവും ഇല്ലാന്നേ. സാധാരണ നേതാക്കന്മാരായവർ ഇവർക്ക് ചിലപ്പോൾ പാളിച്ച പറ്റിയിട്ടുണ്ടാവും. ചില വിഷയങ്ങളോട് ഇവർക്ക് യോജിക്കാൻ പറ്റാണ്ടാവും. ചില വിഷയങ്ങൾ അവർ ചിലപ്പോൾ മരവിച്ച് നിന്നിട്ടുണ്ടാവും. ആ മരവിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ തലയിൽ ചെകുത്താൻ കയറുക. അത് കയറിപ്പോയിട്ടുണ്ടാവും. CPM-ന്റെ നേതാവിൻ്റെ തലയിൽ ചെകുത്താൻ കയറി എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ശരിയല്ല. കാരണം രണ്ട് പ്രശ്നങ്ങളാണ് എം വി നികേഷ് കുമാർ. ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ. നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം, നിങ്ങൾ ഇടപഴകുന്ന മനുഷ്യർ, അവരൊക്കെ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണ്. എന്തുകൊണ്ടാണ് നന്ദകുമാറിനോടൊപ്പം ചേരരുതെന്ന് പിണറായി പറയുന്നത്? അതിനൊരു കാരണം നമുക്ക് എല്ലാവർക്കും പിണറായി വിജയന് പ്രത്യേക കാരണമുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ. പക്ഷെ അതുകൊണ്ട് മാത്രമാണെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞത് ശരിയല്ല. ദല്ലാൽ നന്ദകുമാറിനെ പോലെ ഷെയ്ഡിയായ ഒരു ക്യാരക്ടറുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കൂട്ടുകൂടാൻ കഴിയുക? അത് ഈ ലാവ്ലിൻ ആ കൂട്ടിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ലാവ്ലിൻ വിഷയമില്ലെങ്കിൽ പോലും പരിചയമുണ്ടാകാം, ഇങ്ങനെയാണ് പറഞ്ഞത്, പരിചയമുണ്ടാകാം. പക്ഷേ റിപ്പീറ്റഡ് ആയി വരുമ്പോൾ ഈ പറയുന്ന കൂട്ടുകെട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ പറയുന്ന ഒരു കൂട്ടുകെട്ട് ഉണ്ടാകുന്നത് ഒരു വേറൊരു തരത്തിലുള്ള ബന്ധമായി മാറുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ജാഗ്രത കുറവുണ്ടായെന്ന്. ജാഗ്രത കുറവുണ്ടായെന്ന് ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അങ്ങ് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ജാഗ്രത കുറവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ അവസാനിക്കണം. അതെ. അപ്പോൾ ഇ.പിക്കെതിരെ നടപടി വേണ്ടേ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 1. ഇതിൽ നടപടി വേണ്ട എന്ന് പറഞ്ഞത് നടപടി എടുക്കില്ല, നടപടി വേണ്ട എന്ന് അതുകൊണ്ട് തന്നെ പറഞ്ഞത്. അതോ ബി.ജെ.പിയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ പറഞ്ഞു? വരുമൊന്നുമില്ല. ഇ പി ജയരാജൻ ഈ പറയുന്നത് പോലെ അപമാനിക്കാനൊന്നും ഞാനില്ല. എനിക്ക് മനസ്സിലായിടത്തോളം അത്രയ്ക്ക് വലിയ കറപ്റ്റോ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ പ്രശ്നക്കാരനോ ആയ ഒരു നേതാവ് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നടപടി എടുക്കേണ്ട തെറ്റും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നോ എന്നാണ് ഉത്തരം. 1, യെസ് എന്ന് 3. Meet the editors.